Hi, hello everyone. Welcome to our NEET final lab, rapid revision, and our chapter is ecosystem. നിങ്ങളുടെ +2 ബോട്ടണിയിലെ ചാപ്റ്ററാണ്. അപ്പം കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്കായി ഓഫർ ചെയ്യുന്ന നീറ്റ് ഫൈനൽ ലാബ് റാപ്പിഡ് റിവിഷൻ. അതിൽ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ചാപ്റ്റർ ഇക്കോസിസ്റ്റം. നിങ്ങൾക്കറിയാം, വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഇക്കോസിസ്റ്റം. അതിൽ പ്രീവിയസ് സിലബസിന് കുറച്ചൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇക്കോസിസ്റ്റത്തിൽ ആദ്യം ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ, ഇക്കോസിസ്റ്റം ഫങ്ഷൻസ്, പിന്നെ പിരമിഡ്സ്, ഇക്കോളജിക്കൽ പിരമിഡ്, ഇത്രയും ഭാഗങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫൈനൽ ലാപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ടെക്സ്റ്റിൻ്റെ എല്ലാ ഏരിയയിലൂടെയും കടന്നു പോകും. നമ്മൾ ഒരു ഏരിയയിലും പറഞ്ഞിട്ട് പിന്നെ ക്വസ്റ്റ്യനൊക്കെ ഡിസ്കസ് ചെയ്യും. യു നോ ദ പാറ്റേൺ. സോ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഫസ്റ്റ് ലൈൻ തന്നെയാണ്. ഇക്കോസിസ്റ്റം ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നാച്ചർ. ഇക്കോസിസ്റ്റത്തെ നമുക്കൊരു ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നാച്ചർ വേർ ഇൻറ്ററാക്ഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം വിത്ത് ദംസെൽസ് ആൻഡ് ഓൾസോ വിത്ത് ദെയർ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ഒരു ഇക്കോസിസ്റ്റം ഒരു നാച്ചുറലിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ്. അവിടെ ലിവിങ് ഓർഗാനിസം ഇൻറ്ററാക്ട് എമംഗ് ദംസെൽസ്. ഈ ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുമ്പം അവിടെ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഡീകമ്പോസേഴ്സുമാണ്. ആൻഡ് ആൾസോ ദേ ഇൻറ്ററാക്ട് വിത്ത് ദെയർ അബയോട്ടിക് ഓർ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ഈ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പം ടെമ്പറേച്ചർ, ലൈറ്റ്, സോയിൽ, അതർ ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്. അപ്പം ഇങ്ങനെ ഒരു ബേസിക് ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇക്കോസിസ്റ്റം ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നാച്ചർ വെർ ഇൻറ്ററാക്ഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം ദംസെൽസ് ആൻഡ് ആൾസോ വിത്ത് ദ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ടേക്സ് പ്ലേസ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ +2 അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പം നമുക്ക് ഇക്കോസിസ്റ്റത്തിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഇക്കോസിസ്റ്റം ഈസ് എ കമ്മ്യൂണിറ്റി of living organisms. നമ്മൾ പറഞ്ഞു plants, producers, animals, microbes, decomposers in conjunction with non-living components. അപ്പോൾ non-living componentsുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ലൈക്ക് എയർ, വാട്ടർ, മിനറൽസ്, സോയിൽസ് എക്സെട്ര ആൻഡ് ഫങ്ഷൻ ആസ് എ സിസ്റ്റം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ദ ടേം ഇക്കോസിസ്റ്റം അത് കോയിൻ ചെയ്തിരിക്കുന്നത് ആരാണ്? A.G. ടാൻസ്ലി ആണ്. ടാൻസ്ലിയാണ് ഇക്കോസിസ്റ്റം എന്ന ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫാദർ ഓഫ് ഇക്കോസിസ്റ്റം ഇക്കോളജി യൂജീൻ പി ഓഡം എന്ന സയൻറ്റിസ്റ്റാണ് ഫാദർ ഓഫ് ഇക്കോസിസ്റ്റം ഇക്കോളജി ആയിട്ട് കണക്കാക്കുന്നത്. ഈ യൂണിറ്റിൻ്റെ, ഇക്കോളജി എന്ന യൂണിറ്റിൻ്റെ ബിഗിനിങ്ങിൽ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്ററിൻ്റെ മുന്നിൽ, ആ ഇൻടെക്സ്റ്റ് പേജിന് മുന്നിൽ നിങ്ങൾക്ക് കാണാം ഇന്ത്യൻ ഇക്കോളജിയുടെ ദ ഫാദർ ഓഫ് ഇക്കോളജി ഇൻ ഇന്ത്യ രാംടിയോ മിശ്രയെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു പാരഗ്രാഫ് ഉണ്ട്. നിങ്ങൾ എല്ലായ്പ്പോഴും അത് വായിച്ചിരിക്കണം കേട്ടോ. ഓരോ യൂണിറ്റ് തുടങ്ങുന്നതിന് മുൻപ് ഓരോ സയൻറ്റിസ്റ്റുകളെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിരിക്കുന്ന ഫസ്റ്റ് യൂണിറ്റിന് മുൻപ് മേയറെ കൊടുത്തിട്ടുണ്ട്, ഏണസ്റ്റ് മേയർ ഉണ്ട്. +1 സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് G.N. രാമചന്ദ്രനെ കൊടുത്തിട്ടുണ്ട്. ഫിസിയോളജി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അൽഫോൺസോ കൊട്ടിയെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പഠിച്ചിരിക്കണം. അപ്പോൾ രാംടിയോ മിശ്ര ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കോളജി. അപ്പോൾ നമ്മൾ ഇനി ഇക്കോളജിയിലേക്ക് പഠിക്കുമ്പോൾ ആദ്യം ഇക്കോളജീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്. നമുക്ക് ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് മുതൽ എ സ്മോൾ പോണ്ട് അല്ലെങ്കിൽ എ സിംഗിൾ ട്രീ ഇക്കോസിസ്റ്റം വരെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇക്കോസിസ്റ്റം നമുക്ക് പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇക്കോസിസ്റ്റം ആൻഡ് നാച്ചുറൽ ഇക്കോസിസ്റ്റംസ് എന്ന് ക്ലാസിഫൈ ചെയ്യും. ഇതൊക്കെ ഒരു +2 ലെവൽ നമ്മൾ പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ചില കുട്ടികൾക്ക് തോന്നും ഈ റാപ്പിഡ് റിവിഷനിൽ ഞങ്ങളൊക്കെ കുറച്ച് അറിയുന്ന കുട്ടികൾ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്, ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം, ആർക്കെങ്കിലും ഇനി മറന്നു പോയിട്ടുണ്ടെങ്കിൽ. അപ്പം ആർട്ടിഫിഷ്യൽ ഇക്കോസിസ്റ്റം എന്ന് വെച്ചാൽ മാൻ മെയ്ഡ് ആണ്. ക്രോപ്പ് ഫീൽഡ് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. അക്വേറിയം ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ടെറേറിയം ടെറസ്ട്രിയൽ ഓർഗാനിസം, ടെറേറിയംസ്, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇക്കോസിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ആൻഡ് നാച്ചുറൽ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം, അക്വാറ്റിക് ഇക്കോസിസ്റ്റം. ഈ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പം അത് ഫോറസ്റ്റ് ആവാം, ഗ്രാസ് ലാൻഡ്സ് ആവാം, ഡെസേർട്ട്സ് ആവാം. ആൻഡ് അക്വാറ്റിക് ഇക്കോസിസ്റ്റം അതിൽ ഫ്രഷ് വാട്ടർ ആയിരിക്കാം, മറൈൻ അല്ലെങ്കിൽ സാൾട്ട് വാട്ടർ ഇക്കോസിസ്റ്റംസ് ആയിരിക്കാം. ഈ ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ലെൻഡിക് സോൺസ് ആയിരിക്കാം, പോണ്ട്, ലേക്ക്, റിവർ, സ്ട്രീംസ്. സാൾട്ട് വാട്ടർ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ വെറ്റ് ലാൻഡ്, എസ്റ്ററീസ്, മറൈൻ ഇക്കോസിസ്റ്റംസ്, വെറ്റ് ലാൻഡ്, എസ്റ്ററീസ്, മറൈൻ ഇക്കോസിസ്റ്റംസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന. ഈ ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്, നിങ്ങൾ ആ സെക്കൻഡ് പേജ് അങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ കാണാം, ഇൻറ്ററാക്ഷൻ ഓഫ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. കൂടാതെ ഒരു ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് സ്ട്രാറ്റിഫിക്കേഷൻ കാണാം. What is stratification? The vertical distribution of different species occupying different levels in an ecosystem is called stratification. ആ ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓക്യുപ്പൈയിങ് ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ ആൻ ഇക്കോസിസ്റ്റം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം എടുത്തു എന്ന് വിചാരിക്കുക.
ആ ഫോറസ്റ്റിൽ ദ അപ്പർ കാനോപ്പി എന്ന് പറയുന്നത് ലാർജ് ട്രീസ് ആയിരിക്കും. ആ ഫോറസ്റ്റ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ കാനോപ്പി എന്ന് പറയുന്നത് ദ കാനോപ്പി ഓഫ് ലാർജ് ട്രീസ് ആയിരിക്കും. ബിഗ് ട്രീസ് ആയിരിക്കും അതിൻ്റെ ടോപ്പ് ലെവലിലായിട്ട് കാണുന്നത്. ബിഗ് ട്രീസ് ആയിരിക്കും അതിൻ്റെ ടോപ്പ് ലെവലിൽ കാണുന്നത്. അപ്പം അപ്പർ കാനോപ്പി ഓഫ് ദി ബിഗ് ട്രീസ്. അതിന് താഴെ അപ്പോൾ ആദ്യം ടോപ്പ് ട്രീസ് കാണും. അതിന് താഴെയായിട്ട് പിന്നീട് ആരെ കാണും? പിന്നീട് ഷ്രബ്സിനെ കാണുന്നു. അതിന് താഴെയാണ് നെക്സ്റ്റ് ലെവൽ ഷ്രബ്സിനെ കാണുന്നു. അതിന് താഴെ ഹെബ്സിനെ കാണുന്നു. അതിന് താഴെയാണ് ഹെബ്സ് ആൻഡ് താഴെ ഗ്രാസസ്. ഇതേപോലെ തന്നെ അനിമൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഈ അപ്പർ കാനോപ്പിയിൽ ബേർഡ്സ്, ആർബോറിയൽ ആനിമൽസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഈ ലോവർ ഗ്രൗണ്ട് ഡ്വെല്ലിംഗ് ആനിമൽസ് ആയിരിക്കും, ടെറസ്ട്രിയൽ ആനിമൽസ് ആയിരിക്കും, റെപ്റ്റൈൽസ് എല്ലാം കാണും, ബറോയിങ് ആനിമൽസ് കാണും. അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ്. ഏറ്റവും ബോട്ടത്തിൽ ഡാർക്കിൽ സിയോഫൈറ്റുകൾ അല്ലെങ്കിൽ ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ നമുക്ക് കാണാം. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, ഫോർത്ത് ലെയർ, ഐ മീൻ ടോപ്പ് ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ്, ഗ്രാസസ്, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കാണാം. അതാണ് നമ്മൾ പറയുന്നത് ട്രീസ് ഒക്യുപ്പൈ ദ ടോപ്പ് വെർട്ടിക്കൽ സ്ട്രാറ്റ ഓഫ് ഫോറസ്റ്റ്. ദെൻ ഷ്രബ്സ് സെക്കൻഡ് ലെയറിലേക്ക് വരും. ഹെർബ്സ് ആൻഡ് ഗ്രാസസ് ഒക്യുപ്പൈ ഇൻ ദ ബോട്ടം ലെയേഴ്സ്. ഇതിനെയാണ് നമ്മൾ ഇതേപോലെ തന്നെയാണ് അനിമൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ആ ഫോറസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ നമുക്ക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ഇക്കോസിസ്റ്റത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പം ആക്ച്വലി ഇക്കോസിസ്റ്റം സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കോമ്പണൻസ് ആണ്. അപ്പോൾ ഈ സ്ട്രക്ചറിൽ പറയുന്നത് ആക്ച്വലി ദ കോമ്പോണൻസ് ഓഫ് ഇക്കോസിസ്റ്റം ആണ്. കോമ്പോണൻസ് ഓഫ് ഇക്കോസിസ്റ്റം ആണ് ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിൽ പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് ദ ബയോട്ടിക് ഫാക്ടേഴ്സ് ആൻഡ് ഓൾസോ ദി എബയോട്ടിക് ഫാക്ടേഴ്സ്. അവിടെ കാണുന്നത് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. ദ ബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് പ്രൊഡ്യൂസേഴ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രീൻ പ്ലാന്റ്സ്, ഗ്രാസ് ആവാം, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആകാം, ആൽഗൽ ഫോംസ് ആയിരിക്കാം. കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടോപ്പ് ലെവൽ കൺസ്യൂമേഴ്സ്, ടെറിഷറി. ആൻഡ് ഡീകമ്പോസേഴ്സ്, മൈക്രോബ്സ്, ഫംഗൈ ആയിരിക്കാം, ബാക്ടീരിയൽ സ്പീഷീസ് ആയിരിക്കാം. എന്നാൽ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ടെമ്പറേച്ചർ, വാട്ടർ, ലൈറ്റ്, സോയിൽ, ഇതെല്ലാമാണ് അതിൻ്റെ അബയോട്ടിക് ഫാക്ടേഴ്സ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പാരഗ്രാഫിൽ പറയുന്നു ഈ ഒരു ഇത്തോസ്, ഈ ഒരു ബിഹേവിയർ, ഇത്തോളജി, ഇത്തോസ് എന്ന് വെച്ചാൽ നമ്മൾ ബിഹേവിയർ എന്നാണ് പറയുന്നത്. ഈ ഇത്തോസ് ഓഫ് ആൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ എങ്ങനെ ഓൾ ദീസ് കോമ്പോണൻസ് ആർ ഫൗണ്ട് ഇൻ ആൻ ഇക്കോസിസ്റ്റം എന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഒരു പോണ്ട് പറഞ്ഞിട്ടുണ്ട്. യെസ്, പോണ്ട് ഈസ് ടേക്കൺ ആസ് എൻ എക്സാമ്പിൾ. ഒരു പോണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഫെയർലി എ സെൽഫ് സസ്റ്റൈനബിൾ യൂണിറ്റ് ആണ് ഒരു പോണ്ട്. അപ്പോൾ നമ്മളൊരു സ്മോൾ പോണ്ടിലേക്ക് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു സ്മോൾ പോണ്ട് പറയുന്ന ഒരു പോണ്ട് ഇക്കോസിസ്റ്റം, ഒരു പോണ്ട് ഇക്കോസിസ്റ്റം. ആ പോണ്ട് ഇക്കോസിസ്റ്റത്തിൽ എന്ന് പറയുമ്പോൾ അതിൽ ബേസിക് കോമ്പോണൻസ് എല്ലാം ഉൾപ്പെടണം. അതിൽ ബോത്ത് ബയോട്ടിക് കോമ്പോണൻസ് ഉൾപ്പെടണം, അതുപോലെ തന്നെ അബയോട്ടിക് കോമ്പോണൻസ് ഉൾപ്പെടണം. ആ ബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ആ പോണ്ട്സിൽ പ്രൊഡ്യൂസേഴ്സ്, ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പം അതായിരിക്കും അത് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, യു നോ ദാറ്റ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സം ആൽഗൽ ഫോംസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ്, സബ്മേർജ്ഡ്, മാർജിനൽ പ്ലാന്റ്സ്, സബ്മേർജ്ഡ് ആയിട്ടുള്ള അതർ പ്ലാന്റ്സ്, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്, സബ്മേർജ്ഡ്, അങ്ങനെയുള്ള പ്ലാന്റ്സ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ കൺസ്യൂമേഴ്സ് ഉണ്ടായിരിക്കും. കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പം സൂ പ്ലാങ്ക്ടൺസ് ഉണ്ടായിരിക്കും. ആൻഡ് ഫിഷസ്, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്, അതർ ആംഫിബിയൻസ്. ആൻഡ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുമ്പം അതിൽ ഫംഗൈ ഉണ്ടായിരിക്കും, ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. ആൻഡ് ഫ്ലാജല്ലേറ്റ്സ്, അതർ ഫ്ലാജല്ലേറ്റ്സ് ഉണ്ടായിരിക്കും. ഇതാണ് അതിലെ ബയോട്ടിക് കോമ്പോണൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയുമ്പം ബയോട്ടിക് കോമ്പോണൻസ് എന്ന് പറയുമ്പം അതിൽ വാട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ pH, സലൈനിറ്റി ഒക്കെ കൺസിഡർ ചെയ്യണം. അതിൽ വാട്ടർ ഉണ്ടായിരിക്കും. ആൻഡ് റിച്ച് സോയിൽ, ബോട്ടം സോയിൽ ഡെപ്പോസിറ്റ്സ് ആൻഡ് മിനറൽസ്. ആൻഡ് ദ ലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ നമ്മൾ രണ്ടും പറയണം. സോളാർ റേഡിയേഷൻസ് പ്രൊഡക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരു പോണ്ടിനെ നമുക്കൊരു സെൽഫ് സസ്റ്റൈനിങ് ഇക്കോസിസ്റ്റമായിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ ഒരു ഇൻറ്ററാക്ഷൻ കാണാനും സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മേജർ ഫങ്ഷൻസ് ഓഫ് ഇക്കോസിസ്റ്റംസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫങ്ഷൻസ് ഓഫ് ഇക്കോസിസ്റ്റം. ദ മേജർ ഫങ്ഷൻസ് ഓഫ് ഇക്കോസിസ്റ്റം ഇൻക്ലൂഡ് പ്രൊഡക്ടിവിറ്റി.
decomposition, energy flow and nutrient cycling. ആക്ച്വലി ഇപ്പം സിലബസിൽ നിന്ന് ന്യൂട്രിയൻ സൈക്ലിംഗ് ഇവിടെ കാണാനില്ല, ഡിലീറ്റഡ് ആണ്. അപ്പം പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ന്യൂട്രിയൻ സൈക്ലിംഗ്, ദീസ് ഓൾ ആർ ദ 4 മേജർ ഫങ്ഷണൽ ആസ്പെക്ട്സ് ഓഫ് ഇക്കോസിസ്റ്റം. അപ്പം നമ്മളതിൽ ആദ്യം പ്രൊഡക്ടിവിറ്റിയിലേക്കാണ് പോകുന്നത്. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി, ദ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് ഏരിയ ഡ്യൂറിങ് എ ഗിവൻ പീരീഡ് ഈസ് കോൾഡ് ആസ് പ്രൊഡക്ടിവിറ്റി. റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ. ആ റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ വി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് വെയിറ്റിൽ മെഷർ ചെയ്യാം, ഗ്രാം -2, ഓർ എനർജി കിലോ കലോറി -2. അപ്പം അത് വെയിറ്റിൽ മെഷർ ചെയ്യാം, ഓർ എനർജിയിൽ നമ്മൾ ആ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബയോമാസ് മെഷർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ആൾസോ ഇറ്റ് യൂസ് ടു കമ്പയർ പ്രൊഡക്ടിവിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഇക്കോസിസ്റ്റം. നമുക്കത് കമ്പയർ ചെയ്യാം. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. നമ്മൾ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി, അതിൽ തന്നെ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. വാട്ട് ഈസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? NCERTയിലെ അതേ ഡയലോഗ് നിങ്ങൾക്ക് പേജ് നമ്പർ 206, പേജ് 206 എടുക്കുന്ന ന്യൂ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ പറയുന്ന അതേ ഡെഫിനിഷൻസ് ആണെങ്കിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ബയോമാസ് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ എന്ന് പറയാൻ കേട്ടോ. എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഇൻ എ given period of time by plants during photosynthesis. ഇതാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ആ ഡെഫിനേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പേജ് നമ്പർ 206, 207 അത് പറഞ്ഞിട്ടുണ്ട്. ഇത് എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ in a given time by the plants during photosynthesis, the primary productivity. And it is gross primary productivity എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യും. GPP, gross primary productivity. എന്താണ് ഈ gross primary productivity? Gross primary productivity is the rate of production of organic matter during photosynthesis. ഇതാണ് നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പം എന്ത് സംഭവിക്കും? ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി യൂസ് ഓർ ലോസ് ആസ് റെസ്പിറേറ്ററി ലോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ GPP, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേറ്ററി ലോസ്. നിങ്ങൾ മനസ്സിലാക്കണം, GPP is not equal NPP because considerable amount of gross primary productivity is utilized by plants in respiration. റെസ്പിറേറ്ററി ലോസ് ഉണ്ടായിരിക്കും. അതാണ് ഈ R എന്ന് കാണിക്കുന്നത്. സോ GPP minus R is the NPP. NPP is the net primary productivity. Net primary productivity എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, it is the available energy, available biomass to next trophic level. Next trophic level എന്ന് വെച്ചാൽ primary consumers ആണ്. The next trophic level available energy, available biomass ആണ് NPP. അപ്പോൾ GPP minus respiratory loss is equal to NPP. അപ്പോൾ NPP ആണ് കൺസ്യൂമേഴ്സിലേക്ക് ലഭിക്കുന്നത്. എന്നിട്ട് കൺസ്യൂമർ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഗ്രാസ് ആണ് പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് വിചാരിക്കുന്നു. ഗ്രാസ് GPP ഉണ്ടാക്കുന്നു. അതിൽ നിന്നും അത് എന്ത് ലഭിക്കുന്നു? NPP given to a grasshopper അല്ലെങ്കിൽ റാബിറ്റ്, നോ പ്രോബ്ലം. ഇതാണ് പ്രൈമറി കൺസ്യൂമർ, ഇയാളാണ് പ്രൈമറി പ്രൊഡ്യൂസർ. ആ പ്രൈമറി കൺസ്യൂമർ എന്ത് ചെയ്യും? ഈ NPP ഉപയോഗിച്ച് they form new organic matter. That formation of new organic matter by the consumerന്റെ productivity, that is called as a secondary productivity. അതിനെയാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമർ. Rate of formation of new organic matter by consumer in a given period of time. അപ്പോൾ NPP യൂസ് ചെയ്തിട്ട് കൺസ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂ ഓർഗാനിക് മാറ്ററിനെയാണ് എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നമുക്കൊന്നുകൂടി വേഗം പോവാം. പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഇൻ എ ഗിവൺ ടൈം ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. Gross primary productivity is the rate of production of organic matter during photosynthesis.
അതിൽ NPP, GPP minus respiratory loss, that is the available biomass to the next trophic level. Secondary productivity, rate of formation of new organic matter by the consumers. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഫംഗ്ഷനിലേക്കാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, പ്രൊഡക്ടിവിറ്റി നമ്മളിപ്പോൾ സംസാരിച്ചു. ദ നെക്സ്റ്റ് വൺ ഈസ് ഡീകമ്പോസിഷൻ. ഈ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഡ് ആൻഡ് ഡീക്കേയിങ്, ഡെഡ് ആൻഡ് റോട്ടൺ മെറ്റീരിയൽസ് എന്നാണ്. അപ്പം ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പം ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം ഡെട്രിറ്റേഴ്സ്. ഡെട്രിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡെഡ് ആൻഡ് ലിറ്റർ ഫാൾ ആയിരിക്കാം, ഡെഡ് ബോഡീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആവാം. Detritus is the raw material. Detritus is the raw material of decomposition. Decompositionന്റെ raw material എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്? Detritus ആണ്. Detritus is the raw material for decomposition. അപ്പോൾ നമ്മൾ ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്സിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ, ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്സിലേക്ക് കിടക്കുമ്പോൾ, ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്സിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് പ്രധാനമായ ചില സ്റ്റെപ്സ് കാണാം. ആദ്യം തന്നെ യു നോ ദാറ്റ് സപ്പോസ് ഇറ്റ് ഈസ് എ ഡെട്രിറ്റസ്, ഒരു ലിറ്റർ ഫാൾ ആണെന്ന് വിചാരിച്ചേക്ക്. അതിലാദ്യം തന്നെ ടെർമൈറ്റ് അല്ലെങ്കിൽ കോറിൻ ബാക്ടീരിയ, കോറിൻ ബീറ്റിൽസ് ഇവയെല്ലാം അതിനെ ഫ്രാഗ്മെൻ്റ് ചെയ്യും, അതിനെ ചെറിയ 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 പീസസ് ആക്കി മാറ്റും. അപ്പം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഫ്രാഗ്മെൻറ്റേഷൻ. എന്നിട്ട് അതിൽ നിന്ന് സംഭവിക്കും, അതിൽ വാട്ടർ സൊല്യൂബിളായ പാർട്ടിക്കിൾസ് ഗോ ഡൗൺ ടു സോയിൽ ഹൊറൈസൺ ആൻഡ് ഗെറ്റ് പ്രസിപ്പിറ്റേറ്റഡ് അറ്റ് അൺഅവൈലബിൾ സാൾട്ട്. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ കഴിഞ്ഞാൽ ലീച്ചിങ് വരും. ലീച്ച് ചെയ്ത ശേഷം പിന്നീട് ആ ഡെട്രിറ്റസിൽ സോയിൽ മൈക്രോബ്സ് വർക്ക് ചെയ്യും, ബാക്ടീരിയ, ഫംഗൈ, അവയുടെ എൻസൈംസ് അതിനെ ഡൈജസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ കാറ്റബോളിസം. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു അമോർഫസ് ആയിട്ടുള്ള, ഡാർക്ക് ആയിട്ടുള്ള, ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഹ്യൂമസ് ഫോം ചെയ്യും. ദാറ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ഹ്യൂമിഫിക്കേഷൻ. ആൻഡ് അഗെയിൻ ഫംഗൽ ബാക്ടീരിയൽ എൻസൈംസ് അതിനെ വീണ്ടും ഡിഗ്രേഡ് മിനറൽസ് ആക്കി മാറ്റും. ദാറ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് മിനറലൈസേഷൻ. സോ ദീസ് ആർ ദ 1, 2, 3, 4, 5 മേജർ സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ: ഫ്രാഗ്മെൻറ്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് മിനറലൈസേഷൻ. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്സിലേക്ക് നോക്കുമ്പം ഡീകമ്പോസിഷൻ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. Decomposition is the process of breaking down of dead organic matter into smaller organic and inorganic molecules by decomposers, bacteria, fungi, etc. അപ്പോൾ സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ, നമ്മൾ ആ സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷനിലേക്ക് പറയുമ്പം ആദ്യം തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഡെട്രിറ്റസ്. ഡെട്രിറ്റസിൽ ഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഡെട്രിറ്റസ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ് ഡൺ ബൈ ഡെട്രിറ്റിവോസ്. ഡെട്രിറ്റിവോസ് എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ എർത്ത് വേംസ് ആയിരിക്കാം, ആവാം, വൈറ്റ് ആൻഡ് അല്ലെങ്കിൽ ടെർമൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ കോറിൻ ബീറ്റിൽസ് ആയിരിക്കാം. നെക്സ്റ്റ് 2 ലീച്ചിങ്. എന്താ ലീച്ചിങ്? വാട്ടർ soluble ആയിട്ടുള്ള inorganic nutrients go down to soil horizon and get precipitated as unavailable salt. I mean soluble inorganic nutrients dissolve in water, goes down to soil, get precipitated as unavailable salt എന്ന് പറയുന്നത്. അതാണ് ലീച്ചിങ്. It is followed by catabolism. കാറ്റബോളിസം എന്ന് പറയുമ്പോൾ തന്നെ ബ്രേക്ക് ഡൗൺ എന്ന മീനിങ്ങിലേക്കാണ് വരുന്നത്. എന്താ? ഡീകമ്പോസേഴ്സ്, ഐ മീൻ ബാക്ടീരിയ, ഫംഗൈ റിലീസ് എൻസൈം ടു ഡീകമ്പോസ് ഡെട്രിറ്റസ് ഇൻ ടു സിമ്പിൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫോർമേഷൻ ഓഫ് ഹ്യൂമസ്. അതാണ് ഹ്യൂമിഫിക്കേഷൻ. സിംപ്ലിഫൈഡ് ഡെട്രിറ്റസ് കൺവേർട്ടഡ് ടു ഹ്യൂമസ്. എന്താണ് ഈ ഹ്യൂമസ് എന്ന് എല്ലാവർക്കും പറയാം. നമ്മൾ നേരത്തെ സംസാരിച്ചു. ഹ്യൂമസ് ഈസ് എ ഡാർക്ക് അമോർഫസ് സബ്സ്റ്റൻസ് ആണ്, ഹൈലി റെസിസ്റ്റൻറ്റ് ടു മൈക്രോബിയൽ ആക്ഷൻ ആണ്, undergo recomposition very slowly, and it is a reservoir of nutrient due to colloidal nature. And the last one is the mineralization. Last step on mineralization. The humus is degraded into release inorganic substances. അതിലെ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ റിലീസ് ചെയ്യും. ന്യൂട്രിയൻസ് ലൈക്ക് കാൽഷ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം ഇങ്ങനെയുള്ള മിനറൽസ് ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ദ മിനറലൈസേഷൻ.
അപ്പോൾ ഇതാണ് നമ്മളിപ്പം ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്സിലായിട്ട് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റെപ്സ് ഓഫ് ഡീകമ്പോസിഷൻ. അപ്പോൾ ഇനി ദർ ആർ സം ഫാക്ടേഴ്സ് ദാറ്റ് affect the rate of decomposition. ഡീകമ്പോസിഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതൊരിക്കലും മറന്നു പോകാൻ പറ്റില്ല. ദാറ്റ് മീൻസ് കെമിക്കൽ കോമ്പോസിഷൻ നോക്കുമ്പോൾ decomposition rate will be slow when detritus rich in lignin and chitin. ലിഗ്നിനും കൈറ്റിനുമുള്ള detritusലെ decomposition slow ആയിരിക്കും. And the rate increases when detritus rich in nitrogen and water soluble substances like sugar. നൈട്രജനും വാട്ടർ സൊല്യൂബിൾ സബ്സ്റ്റൻസസ് ലൈക്ക് ഷുഗർ പോലുള്ള വാട്ടർ സൊല്യൂബിൾ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ഡീകമ്പോസിഷൻ എന്തായിരിക്കാം? ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ക്ലൈമറ്റിക് കണ്ടീഷൻ ഡീകമ്പോസിഷനെ സ്വാധീനിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വാം ആൻഡ് മോയിസ്റ്റ് എൻവയോൺമെൻറ്റ് ഫേവർ ഡീകമ്പോസിഷൻ. ശ്രദ്ധിക്കണം, വാം ആൻഡ് മോയിസ്റ്റ് എൻവയോൺമെൻറ്റ്. വാം ആയിട്ടുള്ള മോയിസ്റ്റ് എൻവയോൺമെൻറ്റ് ഫേവർ ഡീകമ്പോസിഷൻ. അറ്റ് ദ സെയിം ടൈം ലോ ടെമ്പറേച്ചർ ആൻഡ് അനൈറോബയോസിസ്, അനൈറോബിക് കണ്ടീഷൻ. അപ്പോൾ ഡീകമ്പോസിഷൻ ഈസ് മെയിൻലി ആൻ ഓക്സിജൻ റിച്ച് ഫിനോമിനൻ ആണ്. ഓക്സിജൻ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ടെമ്പറേച്ചറും അനൈറോബിക് കണ്ടീഷൻ, ആബ്സെൻസ് ഓഫ് ഇൻഹിബിറ്റ്, അത് ഇൻഹിബിറ്റ് ഡീകമ്പോസിഷൻ, അത് ഡീകമ്പോസിഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇക്കോസിസ്റ്റത്തിൽ അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. നമ്മൾ ആദ്യം ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, അതിൻ്റെ ഫങ്ഷനിലേക്ക് കടന്ന് നമ്മളിപ്പോൾ അതിൽ ഫങ്ഷനിൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡീകമ്പോസിഷൻ സംസാരിച്ചു കഴിഞ്ഞു. ഓക്കെ, ആൻഡ് സേ ദ നെക്സ്റ്റ് ഫങ്ഷൻ. ഇക്കോസിസ്റ്റത്തിൻ്റെ നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് എനർജി ഫ്ലോ. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ് എനർജി ഫ്ലോ. You know that here energy flow എന്ന് പറയുമ്പം this energy flow takes place through food chain. ഒരു സിംഗിൾ ഫുഡ് ചെയിൻ നാച്ചുറൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കറിയാം ബൈ ദ പ്രോസസ് ഓഫ് ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൻ. ഈ എനർജി ഫ്ലോ പറയുമ്പം ദ സോഴ്സ് ഓഫ് എനർജി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നു, പേജ് നമ്പർ 209 ദ ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നു, എക്സെപ്റ്റ് ഇൻ ഡീപ്പ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റം. ഡീപ്പ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റം ഒഴികെ ബാക്കിയെല്ലാം sun is the only source of energy in all ecosystems in earth. എർത്തിലെ എല്ലാ ഇക്കോസിസ്റ്റത്തിലും സൺ ആണ് സോഴ്സ് ഓഫ് എനർജി. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എനർജി ഫ്ലോ എന്ന് പറയുമ്പം ആദ്യം തന്നെ മനസ്സിലാക്കണം, സൺ ഈസ് ദ സോഴ്സ് ഓഫ് എനർജി. സോളാർ റേഡിയേഷൻ, സൺ ഈസ് ദ സോഴ്സ് ഓഫ് എനർജി. എക്സെപ്റ്റ്, ഏതാണ് എക്സെപ്ഷൻ പറയുന്നത്? എക്സെപ്റ്റ് ഡീപ്പ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റം. അപ്പോൾ എക്സെപ്റ്റ് ഹൈഡ്രോതെർമൽ ഡീപ്പ് സീ ഇക്കോസിസ്റ്റം ഒഴികെ സൺ ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി. ആൻഡ് ഫ്രം സൺ ദ പ്രൊഡ്യൂസേഴ്സ് ക്യാപ്ചർ ദ എനർജി. പ്രൊഡ്യൂസേഴ്സ് ആ സോളാർ റേഡിയേഷൻ ക്യാപ്ചർ ചെയ്യുന്നു ആൻഡ് കൺവേർട്ട് ദ ലൈറ്റ് എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. എന്ന് വെച്ചാൽ അവിടെ ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റും ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് വഴി. അപ്പോൾ ഒരു എനർജി കൺഫർമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ടത് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് ഫ്ലോ ചെയ്യുന്നു. അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ എനർജി ട്രാൻസ്ഫറിൻ്റെ സമയത്ത്, എനർജി ഫ്ലോയുടെ സമയത്ത് ദ സ്റ്റോറേജ്, എക്സ്പെൻഡിച്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി ഈസ് ബേസ്ഡ് ഓൺ ടു ബേസിക് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. എന്ന് വെച്ചാൽ എനർജി ഫ്ലോ ഫോളോ ദി ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. അത് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സണ്ണാണ് ദ മേജർ സോഴ്സ് ഓഫ് എനർജി, ഓൺലി വൺ സോഴ്സ് ഓഫ് എനർജി. എക്സെപ്ഷൻ പറഞ്ഞു, ആ സണ്ണിൽ നിന്ന് സോളാർ എനർജി. ആ സോളാർ എനർജി എന്ന് പറഞ്ഞാൽ അത് ലൈറ്റ് എനർജിയാണ് പ്രധാനമായിട്ടും. അതാര് യൂസ് ചെയ്യുന്നു? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ആ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് അതാരിലേക്ക് പോകുന്നു? കൺസ്യൂമേഴ്സിലേക്ക് പോകുന്നു. ഈ പോകുന്ന സമയത്ത് ദ സ്റ്റോറേജ്, എക്സ്പെൻഡിച്ചർ, ട്രാൻസ്ഫോർമേഷൻ that follow laws of thermodynamics. അപ്പോൾ നമുക്ക് ഫ്ലോ നോക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. ഇൻ ദ ഇൻസിഡൻറ്റ് സോളാർ റേഡിയേഷൻ്റെ, ആ ഇൻസിഡൻറ്റ് സോളാർ റേഡിയേഷൻ സപ്പോസ് ഇറ്റ് ഈസ് എ സൺ. ആ സണ്ണിൽ നിന്ന് വരുന്ന ഇൻസിഡൻറ്റ് സോളാർ റേഡിയേഷൻ്റെ
ലെസ് ദാൻ 50% ഇൻസിഡൻറ്റ് സോളാർ റേഡിയേഷൻ്റെ ലെസ് ദാൻ 50% മാത്രമാണ്, ലെസ് ദാൻ 50% ആണ് PAR. PAR എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. ലെസ് ദാൻ 50% ആണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. ലെസ് ദാൻ 50% ആണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ലെസ് ദാൻ 50% ആയിട്ടുള്ള ആ റേഡിയേഷനിൽ നിന്നും നോക്കാം. ഇപ്പം സൺ വരുന്നു, ദിസ് ഈസ് എ സൺ. ആ സണ്ണിൽ നിന്ന് വരുന്ന ഇൻസിഡൻറ്റ് സോളാർ റേഡിയേഷൻ, അതിൻ്റെ 50% പോയി. ലെസ് ദാൻ 50% ആണ്, is less than 50% is PAR. ആ PARൻ്റെ ആ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ്റെ 2 to 10% മാത്രമാണ് ആര് സ്വീകരിക്കുന്നത്. only 2 to 10% of the PAR ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ മാത്രമാണ് ആര് യൂസ് ചെയ്യുന്നത്, പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. പ്ലാന്റ്സ് ക്യാപ്ചർ ഓൺലി ലെസ് ദാൻ 2 to 10% ഓഫ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ബൈ പ്ലാന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നത്. പ്ലാന്റ്സ് എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നു പ്രൊഡ്യൂസേഴ്സ്. ആ പ്രൊഡ്യൂസേഴ്സ് എന്നിട്ട് എന്താക്കും, ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കും. അതിൽ നിന്ന് റെസ്പിറേറ്ററി ലോസ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്ന് വെച്ചാൽ NPP, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാണ് ആർക്ക് കിട്ടുന്നത്, പ്രൈമറി കൺസ്യൂമറിന് കിട്ടുന്നത്. ആ പ്രൈമറി കൺസ്യൂമർ അത് യൂസ് ചെയ്യുന്നു for its growth, metabolic activity, etc., and also there is considerable amount in respiratory loss. റെസ്പിറേറ്ററി ലോസ് മാത്രമല്ല, ഇവിടെ തന്നെ എന്തുണ്ട്, നോട്ട് യൂസ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ നോട്ട് അസിമിലേറ്റഡ്. അതാണ് നോട്ട് യൂസ് ഓർ നോട്ട് അസിമിലേറ്റഡ്, യൂസ് ചെയ്യാത്തത് അല്ലെങ്കിൽ അസിമിലേറ്റ് ചെയ്യാത്തത്. അത് പ്രൊഡ്യൂസർ ലെവലിലുണ്ട്, കൺസ്യൂമർ ലെവലിലുണ്ട്. അതാണ് ആരിലേക്ക് ലഭിക്കുന്നത്, ഡീകമ്പോസർ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു ഡീകമ്പോസറെ അങ്ങോട്ട് കൊടുക്കാം. ഡീകമ്പോസേഴ്സിലേക്ക് നോട്ട് യൂസ്ഡ്, നോട്ട് അസിമിലേറ്റഡ് പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ബാക്കിയുള്ളതാണ് നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് പോകുന്നത്, ദാറ്റ് ഈസ് സെക്കൻഡറി കൺസ്യൂമർ. അവിടെയും കൺസിഡറബിൾ എമൗണ്ട് യൂസ് ചെയ്യുന്നു, നോട്ട് യൂസ്ഡ്, നോട്ട് അസിമിലേറ്റഡ്, അല്ലെങ്കിൽ അവിടെയും റെസ്പിറേറ്ററി ലോസ്. ആൻഡ് റിമൈനിങ് ഗോസ് ടു ടെറിഷ്യറി കൺസ്യൂമർ. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണുന്നത്, ഇതാണ് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. ഇറ്റ് ഫോളോ ദ 2 basic laws of thermodynamics. The first law of thermodynamics നിങ്ങൾക്കറിയാം, laws of conservation. That is, energy can neither created nor destroyed, but it can transform from one form to another. ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫോം കാണാം. ലൈറ്റ് എനർജി അത് കെമിക്കൽ എനർജി ആയി മാറുന്നു, ATPയിലൂടെ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറുന്നു, നെക്സ്റ്റ് ട്രോഫിക് ലെവലിലേക്ക് കൈമാറുന്നു. അവിടെ എനർജി നെയ്തർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. And also it also follow the second law of thermodynamics. എന്താ ഈ സെക്കൻഡ് ലോ പറയുന്നത്? സെക്കൻഡ് ലോ, ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി കാണാൻ സാധിക്കുന്നത് എവിടെയാ, പ്രൈമറി പ്രൊഡ്യൂസറിലാണ് ഏറ്റവും കൂടുതൽ എനർജി. അതിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പം കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി ലോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ലെവലിലും നമുക്കറിയാം റെസ്പിറേറ്ററി ലോസ് ഉണ്ട്, നോട്ട് യൂസ്ഡ്, നോട്ട് അസിമിലേറ്റഡ്, അത് പോകുന്ന ഡീകമ്പോസേഴ്സിലേക്കാണ്. അക്കോർഡിംഗ് ടു ലിൻഡ്മാൻ, നിങ്ങൾ ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അക്കോർഡിംഗ് ടു ലിൻഡ്മാൻ, ദ എനർജി ട്രാൻസ്ഫർ ഇറ്റ് ഫോളോ 10% ലോ എനർജി ട്രാൻസ്ഫർ ഫോളോ ചെയ്യുന്നുണ്ട്. എനർജി ട്രാൻസ്ഫർ ഫോളോ the 10% law proposed by ലിൻഡ്മാൻ്റെ 10% law അത് ഫോളോ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം പ്ലാന്റ്സിൽ നിന്ന്, പ്രൊഡ്യൂസറിൽ നിന്ന് പ്രൈമറി കൺസ്യൂമർ ലഭിക്കുന്നത് അതിൻ്റെ 10% ആയിരിക്കും. പ്രൈമറി കൺസ്യൂമറിന് സെക്കൻഡറി കൺസ്യൂമറിലേക്ക് പോകുന്നതും 10% ആയിരിക്കും.
അതിന്ന് ടെറിഷറി കൺസ്യൂമറിലേക്ക് പോകുന്നതും 10% ആയിരിക്കും. അപ്പം ഏറ്റവും കൂടുതൽ എനർജി കാണുന്നത് എവിടെയാണ്? പ്രൈമറി പ്രൊഡ്യൂസർ. എന്നാൽ ലാസ്റ്റ് ടോപ്പ് ലെവൽ കൺസ്യൂമറിൽ ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ എനർജി ഫ്ലോ എന്ന് പറയുമ്പം എനർജി ഫ്ലോ ഇൻ ആൻ ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോയെ കുറിച്ച് പറയുമ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ എനർജി ഫ്ലോ, അത് ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം, അത് യൂണി ഡയറക്ഷണൽ ആണ്. എനർജി ഫ്ലോ യൂണി ഡയറക്ഷണൽ ആണ്. യൂണി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ദറ്റ് ഓൾവേസ് ഫ്രോം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ആയിരിക്കും, നോട്ട് ഇൻ റിവേഴ്സ് ഓർഡർ. അതുകൊണ്ട് തന്നെ നമ്മളിനി പിരമിഡുകൾ പഠിക്കും, അവിടെ പറയാം, അവിടെ നിങ്ങൾ മനസ്സിലാക്കും, പിരമിഡ് ഓഫ് എനർജി ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും, നെവർ ഇൻവേർട്ട്. കാരണം എപ്പോഴും പ്രൊഡ്യൂസർ എന്ന കൺസ്യൂമറിലേക്ക്. അപ്പോൾ എനർജി ഫ്ലോ യൂണി ഡയറക്ഷനിൽ ആണ്. ആൻഡ് രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇറ്റ് ഫോളോ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. അത് ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ആ പേജ് നമ്പർ 209 എടുക്കുമ്പം അവിടെ 3rd പാരഗ്രാഫിൽ പറയുന്നുണ്ട് മേജർ, അതിൽ 2nd പാരഗ്രാഫിൽ പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് കാണുന്നുണ്ടോ? ഡിഗ്രി കൺസിഡറബിൾ ഡിക്രീസ് ആണ്. പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് വരുന്തോറും കൺസിഡറബിൾ ആയിട്ട് ഡിക്രീസ് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ദേ നീഡ് എ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് എനർജി ടു സിന്തസിസ് മോളിക്യൂൾസ് ദേ റിക്വയർ. എന്തിനു വേണ്ടിയിട്ട്? ടു കൗണ്ടറാക്ട് യൂണിവേഴ്സൽ ടെൻഡൻസി ടുവേർഡ്സ് ഇൻക്രീസിങ് ഡിസോർഡർലിനെസ്. അപ്പം പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് പോകുമ്പം എന്ത് കാണാം നിങ്ങൾക്ക്? ഇൻക്രീസിങ് ഡിസോർഡർനെസ് കാണാൻ സാധിക്കും. അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് എനർജി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഈ ഒരു മോഡൽ, ഇപ്പം നമ്മൾ വരച്ച ഒരു മോഡലാണ് എനർജി ഫ്ലോ മോഡൽ. യൂജീൻ പി ഓഡം ആണ് ഇത്തരം ഒരു മോഡൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഫോളോ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ എനർജി ഫ്ലോ യൂണി ഡയറക്ഷനിലാണ്, പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമർ ലെവലിലാണ്. എനർജി ഫ്ലോ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ എനർജി ഫ്ലോ നടക്കുന്നത്, ഈ മോഡൽ മനസ്സിലായി 10% ലോ ആണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, സ്റ്റീൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ, അദ്ദേഹം പറയുന്നു ഹയർ ട്രോഫിക് ലെവലിൽ 10 അല്ല 23 to 30% വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഓൾഡ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു അത്. അപ്പം ഇവിടെ നിങ്ങൾ 10% റൂൾ മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഫ്ലോ ഓഫ് എനർജി പിരമിഡൊക്കെ പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും. അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇലസ്ട്രേഷൻ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം, പ്രൊഡ്യൂസർ ടു പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ട്രോഫിക് ലെവൽ വെച്ചാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദ ഇക്കോസിസ്റ്റം ആണ് പ്രൊഡ്യൂസേഴ്സ്. ഇപ്പോൾ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം ആണെങ്കിൽ അതിൽ പ്രൊഡ്യൂസേഴ്സ് ആരായിരിക്കും? ഹെർബേഷ്യസ് ആയിട്ടുള്ള വുഡി പ്ലാന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാസ് പോലെ ആയിരിക്കും. ഇനി അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലാണെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൻസ്, ആൽഗൽ ഫോംസ് ആൻഡ് ആൾസോ സം സബ്മേർജ്ഡ് ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഹയർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്കൊരു ഫുഡ് ചെയിൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് എനർജി ഫ്ലോ നടക്കുന്നത് ബൈ ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൻ പ്രോസസ്സാണ്. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, പ്രൊഡ്യൂസറുടെ ഒരു ഫംഗ്ഷൻ, പ്രിഡേറ്ററുടെ ഒരു ഫംഗ്ഷനാണ് പ്രിഡേറ്റർ ആക്ട് ആസ് എ കൺട്യൂയിറ്റ് ഓഫ് എനർജി ഫ്ലോ ഇൻ ആൻ ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റത്തിൽ എനർജി ഫ്ലോയുടെ കണ്ടക്ടർ പ്രിഡേറ്റേഴ്സ് ആണ്, ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൻ പ്രോസസ്. അപ്പോൾ നമുക്കൊരു ഫുഡ് ചെയിനിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ പോകേണ്ടത്. ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സീക്വൻസസ് ഓഫ് ഓർഗാനിസംസ്, ദേ ആർ ലിങ്ക്ഡ് ബൈ, എന്തെല്ലാം ലിങ്ക് ചെയ്തിരിക്കുന്നത്? കണക്റ്റഡ് വിത്ത് ദെയർ ഫീഡിങ് ഹാബിറ്റ്, ഈറ്റിംഗ് ആൻഡ് ബീയിങ് ഈറ്റൻ. ഫുഡ് ചെയിൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആൻഡ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. Grazing food chain that begin with producers, continued with herbivores. അപ്പോൾ പ്രൊഡ്യൂസറിൽ നിന്ന് ബിഗിൻ വിത്ത് പ്രൊഡ്യൂസർ, അതാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. എന്നാൽ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ദാറ്റ് ബിഗിൻ വിത്ത് ഡെട്രിറ്റസ്, ഡെഡ് ഓർഗാനിക് മാറ്റർ, ഡെട്രിറ്റസ് എന്നാണ് അത് പാസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പ്രത്യേകം വായിക്കാൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് പേജ് നമ്പർ 210. ഇൻ അക്വാസ്റ്റിക് ഇക്കോസിസ്റ്റം ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. അപ്പോൾ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഈസ് ദ മേജർ കൺട്യൂയിറ്റ് of energy flow. അപ്പോൾ grazing food chain is the major conduit
കണ്ടക്ടർ. കണ്ടുയിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ എന്നാണ് അർത്ഥം. മേജർ കണ്ടുയിറ്റ് ഓഫ് എനർജി ഫ്ലോ ഇൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റം. അപ്പോൾ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ മേജർ കണ്ടുയിറ്റ് ഓഫ് എനർജി ഫ്ലോ ഏതാണ്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ്. എന്നാൽ ഇൻ കോൺട്രാസ്റ്റ് ഇൻ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം, അതിന് വിപരീതമായിട്ട് ഇൻ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിൽ ലാർജർ ഫ്രാക്ഷൻ ഓഫ് എനർജി ഏതിലൂടെയാണ്? ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലൂടെയാണ് ലാർജർ ഫ്രാക്ഷൻ ഓഫ് എനർജി ഫ്ലോസ്. അപ്പം in aquatic ecosystem, grazing food chain is the major conduit of energy flow. In contrast, അതിന് വിപരീതമായിട്ട് against this, in terrestrial ecosystem, detritus food chain is the major conduit of energy flow. അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് ഈ ഫുഡ് ചെയിൻ നമ്മളിപ്പം പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് പറഞ്ഞു, ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ്സ്. ഡീകമ്പോസേഴ്സ് ആണ് നമ്മളത് ഈ എനർജി ഫ്ലോ മോഡലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പം നമ്മളവിടെ മനസ്സിലാക്കണം, നമ്മളതിൽ ഇപ്പം ഗ്രേസിംഗ് ഫുഡ് ചെയിനിലേക്ക് ഒരു മോഡൽ നമ്മൾ എടുക്കുകയാണ്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ GFC. ആ GFCക്ക് ഒരു എക്സാമ്പിൾ നമ്മളൊരു ടെറസ്ട്രിയൽ ഫുഡ് ചെയിൻ ആണ് എങ്കിൽ സിമ്പിളായിട്ട് പറയുമ്പോൾ നമുക്കറിയാം, ഇറ്റ് സ്റ്റാർട്ട് വിത്ത് എ ഗ്രാസ് ഈറ്റൻ ബൈ എ റാബിറ്റ് ഓർ എ ഗ്രാസ്ഹോപ്പർ. എല്ലാവരും പറയുന്നത് ഗ്രാസ്ഹോപ്പർ. ദാറ്റ് ഈസ് ഈറ്റൻ ബൈ എ ഫ്രോഗ് ആൻഡ് ദെൻ എ സ്നേക്ക്. So here you know that the grasshopper, frog and snake. Grass is the primary producer. Grasshopper is the primary consumer. ഈ primary consumer ആരായിരിക്കും? herbivore ആണ്. primary consumer herbivore ആയിരിക്കും. And frog is the secondary consumer എന്ന് പറയുമ്പോൾ അയാൾ ആരാണ്? he is the primary carnivore ആണ്. And snake is the tertiary consumer. ആരാണ്? secondary carnivore ആണ്. And these steps or levels in which the food or energy passes, നമ്മൾ അതിനെ എന്ത് വിളിക്കും? trophic levels എന്ന് വിളിക്കും. We call it as trophic levels എന്ന് വിളിക്കും. So primary producer is the first trophic level, primary consumer is the second trophic level, secondary consumer is the third trophic level, tertiary consumer is the fourth trophic level, and so on. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ എനർജി കാണാൻ സാധിക്കുന്നത് പ്രൈമറി പ്രൊഡ്യൂസറിലായിരിക്കും. ടോപ്പ് ലെവൽ കൺസ്യൂമറിലേക്ക് എത്തുമ്പോഴേക്കും അത് കുറയും. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ നേരെ ഒരു അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ കൺസിഡർ ചെയ്യാം. അവിടെ പ്രൈമറി പ്രൊഡ്യൂസർ, ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ആരായിരിക്കും? ഫൈറ്റോ പ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ algal forms. And primary consumer zooplanktons, and a secondary consumer small fishes, and tertiary consumer large fishes, and so on. By the same way നമ്മൾ ഇനി ഒരു ഡെട്രിറ്റസ് ഫുഡ് ചെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ അവിടെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഒക്യുപ്പൈ ചെയ്യുന്നത് ഡെട്രിറ്റസിൽ നിന്നായിരിക്കും. ആ ഡെട്രിറ്റസിൽ നിന്നും അത് സെക്കൻഡ് ലെവൽ ഇതിലേക്ക് പോകും. ആരാണ്? ഡെട്രിറ്റിവോർ എന്ന് പറയുമ്പോൾ എർത്ത് corin bacterias, corin beetles, etc. And third trophic level, അതിനെ ഈറ്റ് ചെയ്യുന്ന ഒരു ബേർഡ്. സോ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ നമുക്കറിയാം, ഈ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ പറയുമ്പം ഈ ഫുഡ് ചെയിൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ഒരു ഫുഡ് വെബ് ആണ് കാണുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഒരു നാച്ചുറലിൻ്റെ ഏറ്റവും ഒരു സ്മോൾ ഫുഡ് ചെയിൻ അവിടെ റിയലിസ്റ്റിക് അല്ല. ഒരു ഫുഡ് വെബ് കാണാം. നാച്ചുറൽ ഇന്റർ കണക്ഷൻ ഓഫ് ഫുഡ് ചെയിൻസ് ഫോം എ വെബ്. ഒരു ഫുഡ് വെബ് കാണാം. അവിടെ ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രിറ്റസ് ഫുഡ് ചെയിനും പരസ്പരം ഇന്റർലിങ്ക്ഡ് ആയിരിക്കും. ഇപ്പം ഒരു ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു. ആ ഗ്രാസ് ഹോപ്പറിനെ ഒരു ഒരു കോഴി കഴിച്ചു കഴിഞ്ഞാൽ, ആ കോഴി അതേസമയം ഒരു എർത്ത് വേമിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രേസിംഗ് ഫുഡ് ചെയിനും
അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ഫുഡ് ചെയിൻ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഓഫ് ഫുഡ് ചെയിൻ ആണ് ഇത് ഇലസ്ട്രേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഫുഡ് വെബ് ആയിരിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. എന്താണ് ഈ സ്റ്റാൻഡിങ് ക്രോപ്പ്? ഈച്ച് ട്രോഫിക് ലെവൽ ഹാസ് certain mass of living material at a particular time is called standing crop. മനസ്സിലാക്കണം, ഈച്ച് ട്രോഫിക് ലെവൽ ഹാസ് എ certain mass of living material at a particular time is called standing crop. The standing crop is measured as the mass of living organisms or biomass number per unit area. ഇത്രയുമാണ് നമ്മൾ എനർജി ഫ്ലോയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അവിടെ ഫുഡ് ചെയിന്, ഫുഡ് വെബ്, ഗ്രേസിങ്, ഡെട്രിറ്റസിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ഇക്കോസിസ്റ്റം ഈസ് ഇക്കോളജിക്കൽ പിരമിഡ്സ്. ഇക്കോളജിക്കൽ പിരമിഡ്സ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എൽട്ടോണിയൻ പിരമിഡ്സ് എന്ന് വിളിക്കും. എൽട്ടോണിയൻ പിരമിഡ് എന്നാണ് വിളിക്കുന്നത്. എൽട്ടോണിയൻ പിരമിഡ്സ്. Because this was first proposed by Charles Elton. Charles Elton propose ചെയ്തത് കൊണ്ടാണ് Eltonian pyramids എന്ന് വിളിക്കുന്നത്. Actually, you may familiar with the shape of pyramids. There is a broad base and a narrow apex. എന്താണ് ആക്ച്വലി ഇക്കോളജിക്കൽ പിരമിഡ്സ്? ഇക്കോളജിക്കൽ പിരമിഡ് എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ecological parameters, different ecological parameters. Ecological parameters means parameters of trophic structures in number, biomass or energy ആയിരിക്കാം. അപ്പോൾ graphical representation of ecological parameters at different trophic level in ecosystem is called ecological pyramid. ഒരു ഇക്കോസിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽ, ട്രോഫിക് സ്ട്രക്ചറിലെ പാരാമീറ്റേഴ്സിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. ദാറ്റ് ഇൻക്ലൂഡ് എനർജി, ബയോമാസ്, നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ലെവൽസ്. അതുകൊണ്ട് തന്നെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ആൻ ഇക്കോളജിക്കൽ പിരമിഡ്, അതൊക്കെ സിമ്പിളായ കാര്യങ്ങളാണ്, നിങ്ങൾക്കറിയാം, അധികം സമയം കളയേണ്ട. ദ ബേസ് ഓഫ് ദ പിരമിഡ് ബ്രോഡ് ആയിരിക്കും, നാരോ എപ്പെക്സ് ആയിരിക്കും. ആൻഡ് ദീസ് റിലേഷൻഷിപ്പ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ, എനർജി ഓർ ബയോമാസ്. And always the base of the pyramid, ഇപ്പോൾ നമ്മൾ പിരമിഡ് ഇങ്ങനെ വിളിക്കുമ്പം the base of the pyramid represent the producers, അവിടെ ആയിരിക്കും producers ആയിരിക്കും. And apex എപ്പോഴും top level consumers ആയിരിക്കും. And other trophic levels in between ആയിരിക്കും. ബേസിൽ എപ്പോഴും പ്രൊഡ്യൂസർ, അപ്പെക്സിൽ എപ്പോഴും ടോപ്പ് ലെവൽ കൺസ്യൂമർ, അതെല്ലാം ഇടയ്ക്കായിരിക്കും. And the important ecological pyramids are pyramid of number, pyramid of biomass and pyramid of energy. അപ്പോൾ ഈ 3 പിരമിഡുകൾ കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഗോ ടു പിരമിഡ് ഓഫ് നമ്പറിലേക്കാണ് ആദ്യം പോകുന്നത്. ഇക്കോളജിക്കൽ പിരമിഡ് ഓഫ് നമ്പർ. So in this pyramid of number, for example, നമ്മളൊരു നമ്പർ ഓഫ് ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം, ടെക്സ്റ്റ് ബുക്കിൽ അതേ ഫിഗറാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ബേസിൽ നമുക്കറിയാം, ദ ബേസിൽ പ്രൈമറി പ്രൊഡ്യൂസർ ഫസ്റ്റ് വരുന്നു, ദെൻ പ്രൈമറി കൺസ്യൂമർ, ദെൻ സെക്കൻഡറി കൺസ്യൂമർ ആൻഡ് ടെറിഷറി കൺസ്യൂമർ. അപ്പോൾ നമ്മളൊരു ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റം എടുക്കുമ്പോൾ നമുക്ക് ചുമ്മാ എഴുതാം ഗ്രാസ്, ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ, ദെൻ ഗ്രാസ് ഓപ്പർ, സെക്കൻഡ് ട്രോപ്പിക് ലെവൽ. നമ്പർ നോക്കണം കേട്ടോ, ഗ്രാസ് ഓപ്പർ നിങ്ങൾ നമ്പർ നോക്കണം. ആൻഡ് ദെൻ ഫ്രോഗ് എടുക്കാം, ഫ്രോഗ്, ആൻഡ് സ്നേക്ക് എടുക്കാം. സോ ഹിയർ ഈ പിരമിഡ് എപ്പോഴും നമുക്ക് മനസ്സിലാക്കാം, ഈ ഗ്രാസ് ലാൻഡ് ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ നമ്പർ പിരമിഡ് എടുക്കുമ്പോൾ അത് അപ്രൈറ്റ് പിരമിഡ് ആണ് ഇപ്പം നമുക്ക് കിട്ടിയത്. അപ്രൈറ്റ് പിരമിഡ് ആണ് നമുക്ക് കിട്ടിയത്. എന്നാൽ ദിസ് പിരമിഡ് ഓഫ് നമ്പർ മേ ബി ഇൻവേർട്ടഡ് ആയിട്ട് കാണാം. ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് നമ്പർ കാണാം, ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് നമ്പർ കാണാം. ഇപ്പം നമ്പർ എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നു, ഒരു ട്രീ ഇക്കോസിസ്റ്റം എടുക്കുന്നു. ഒരു ട്രീ ഇക്കോസിസ്റ്റം, ദാറ്റ് ഈസ് ഒരു ട്രീ ഇക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ഒരു പാരസൈറ്റിക് ഫുഡ് ചെയിൻ എടുക്കാം. ട്രീ ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു പാരസൈറ്റിക് ഫുഡ് ചെയിൻ എടുക്കുമ്പോൾ അവിടെ ഒരു സിംഗിൾ ട്രീ, ഒരു ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്ന് പറയുമ്പോൾ 1 ട്രീ, ഒരു സിംഗിൾ ട്രീ ആണ് ഫസ്റ്റ് ട്രോഫിക് ലെവൽ. അവിടെ നമ്പർ ട്രീ കുറവാണ്. ആ ട്രീയെ കൺസ്യൂം ചെയ്യുന്ന, അപ്പോൾ ഇതാണ് പ്രൈമറി പ്രൊഡ്യൂസർ. ആ ട്രീയെ കൺസ്യൂം ചെയ്യുന്ന ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ദാറ്റ് ഈസ് ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ. അപ്പോൾ ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സിൻ്റെ എണ്ണം അതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് സെക്കൻഡ് ട്രോഫിക് ലെവൽ എന്ന് വെക്കുമ്പം അതാണ് പ്രൈമറി കൺസ്യൂമർ. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരസൈറ്റിക് ഇൻസെക്ട്സ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻസെക്ട് സ്പീഷീസസ്, പാരസൈറ്റ്സ് ഓർ ഇൻസെക്ട്സ് ഡെഫിനറ്റ്ലി അത് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ആ പിരമിഡ് എങ്ങനെ കിട്ടുന്നു? ദാറ്റ് പിരമിഡ് ഈസ് ഇൻവേർട്ടഡ് ആയിരിക്കും.
അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, പിരമിഡ് ഓഫ് നമ്പർ മേ ബി അപ്രൈറ്റ് പിരമിഡ്സും ആകാം. ഇതാണ് അതേപോലെ തന്നെ അത് ഇൻവേർട്ടഡ് പിരമിഡും ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് പിരമിഡ് ഓഫ് ബയോമാസ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പിരമിഡ് ഓഫ് ബയോമാസ് എടുക്കാം. പിരമിഡ് ഓഫ് ബയോമാസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ എടുക്കാം. പിരമിഡ് ഓഫ് ബയോമാസ് ഷോ ഷാർപ്പ് ഡിക്രീസ് ഇൻ ബയോമാസ് അറ്റ് ഹയർ ട്രോഫിക് ലെവൽസ്. ഇവിടെയും നമുക്ക് ഒരു ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം എടുക്കാം. അവിടെ നോക്കാം പ്രൈമറി പ്രൊഡ്യൂസർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എടുത്തോളൂ. ഗ്രാസ് സെയിം, ഗ്രാസ് ഓപ്പർ, ഫ്രോഗ്, സ്നേക്ക്, നോ പ്രോബ്ലം. അവിടെ കാണാം ആ ബയോമാസ് ഡ്രൈ വെയിറ്റിൽ എടുത്തിരിക്കുന്നത് kg/-2. അപ്പം നോക്കാം 809 കിലോഗ്രാം, 37 കിലോഗ്രാം, 11 കിലോഗ്രാം, 1.5. അപ്പോൾ ഇവിടെ പ്രൈമറി പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ. അപ്പം ഈ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ എ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം ഇതും എങ്ങനെയായിരിക്കാം? അപ്രൈറ്റ് ഓർ ഇറക്റ്റ് ആയിരിക്കാം. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, ദ പിരമിഡ് ഓഫ് ബയോമാസ് ആൾസോ ഇൻവേർട്ടഡ് ആയിട്ടുള്ള കാണാം പിരമിഡ് ഓഫ് ബയോമാസ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സീ എടുക്കുകയാണെങ്കിൽ, ഒരു സീ ഇക്കോസിസ്റ്റം, ഒരു അക്വാട്ടിക് ഇക്കോസിസ്റ്റം, പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആയിരിക്കും. ബിക്കോസ് ദ ബയോമാസ് ഇസ് ഫിഷ് ഫാർ എക്സീഡ്സ് ഫൈറ്റോപ്ലാങ്ക്ടൺസ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ പ്രൈമറി പ്രൊഡ്യൂസർ ആയിട്ട് എടുക്കുന്നത് ഫൈറ്റോപ്ലാങ്ക്ടൺ എടുക്കുന്നു. ആൻഡ് അതിനെ കൺസ്യൂം ചെയ്യുന്ന സൂ പ്ലാങ്ക്ടൺ, പ്രൈമറി കൺസ്യൂമർ സൂ പ്ലാങ്ക്ടൺ എടുക്കുന്നു, പ്ലാങ്ക്ടൺസ്. ഇനി അതിനെ കൺസ്യൂം ചെയ്യുന്ന സ്മോൾ ഫിഷ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അവയുടെ ബയോമാസ് വീണ്ടും കൂടും. അപ്പം അതും ഒരു സ്മോൾ ഫിഷ്, അതിനെ സെക്കൻഡറി കൺസ്യൂമർ ആയിട്ട് സ്മോൾ ഫിഷ് എടുക്കാം. അപ്പോൾ അത് എങ്ങനെയായിരിക്കും? അത് ഇൻവേർട്ടഡ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ രണ്ട് കാര്യം സംസാരിച്ചു, പിരമിഡ് ഓഫ് നമ്പർ ആൻഡ് പിരമിഡ് ഓഫ് ബയോമാസ്. ഇറ്റ് മേ ബി അപ്രൈറ്റ് ഓർ ഇൻവേർട്ടഡ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിട്ടുണ്ട്, പിരമിഡ് ഓഫ് എനർജി ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും. എന്താ കാരണം പറയാൻ പറ്റുമോ? നമ്മൾ നേരത്തെ സംസാരിച്ചു, എനർജി ഫ്ലോ പറഞ്ഞപ്പം. പിരമിഡ് ഓഫ് എനർജി എല്ലായ്പ്പോഴും അപ്രൈറ്റ് ആവാൻ കാരണം എനർജി ഫ്ലോ യൂണി ഡയറക്ഷണൽ ആണ്. ആൻഡ് ആൾസോ ഇറ്റ് ഫോളോ ദ സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സ്. ഒരു എൻട്രോപ്പി, ഒരു ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിരമിഡ് ഓഫ് എനർജി, നമ്മൾ പോകുന്നത് പിരമിഡ് ഓഫ് എനർജി, ഒരു എനർജി പിരമിഡിലേക്ക് പോകുന്നു. ഈ പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കുക, ഇറ്റ് ഓൾവേസ് അപ്രൈറ്റ് ആയിരിക്കും. ഇതെല്ലായ്പ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. നെവർ ഇൻവേർട്ട്, അത് ഒരിക്കലും നെവർ ഇൻവേർട്ടഡ് പിരമിഡ് ഉണ്ടാവുകയില്ല. കാരണം റീസൺ എന്തുകൊണ്ട് അത് ഇൻവെർട്ടഡ് ആവില്ല? റീസൺ നമ്മൾ പറഞ്ഞു, എനർജി ഫ്ലോ എന്താണ്? എനർജി ഫ്ലോ യൂണി ഡയറക്ഷണൽ ആണ്. മാത്രമല്ല മോർ എനർജി ആറ്റ് പ്രൈമറി പ്രൊഡ്യൂസർ ലെവലിലായിരിക്കും. And there is a considerable decrease in energy from producer to consumer. ഒരു considerable decrease നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നോക്കാം, നമുക്ക് an ideal pyramid of energy, primary producer convert only 1% of energy in the sunlight available from NPP. ശരിയല്ലേ? 2 to 10% of 1% ഇവിടെ പറയാൻ കാരണം 2 to 10% of photosynthetically active radiation. 2 to 10% of photosynthetically active radiation എന്ന് പറയുമ്പം 1 to 2% of incident solar energy എന്നാണ് അർത്ഥം. ഇൻസിഡൻറ്റ് സോളാർ എനർജിയുടെ 1 to 2%. അപ്പം അതിൽ നിന്ന് NPP ഉണ്ടാകും. അതിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ വീണ്ടും കുറയുന്നു. സോ 10,000, 1,000, 100, 10. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ആ 10% ലോ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതാ പറയുന്നത്, പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്, can never be inverted because energy flow from particular trophic level to next trophic level എപ്പോഴും unidirectional എന്ന് ഞാൻ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. And also some energy always lost at heat in each step. Respiratory loss ഉണ്ട്. Each bar in energy pyramid indicate the amount of energy present in each trophic level in a given. അപ്പോൾ ഇതാണ് എനർജി ഫ്ലോ. അതൊരിക്കലും ഇൻവേർട്ടഡ് ആവുകയില്ല. ഇനി ഒരു കാര്യം കൂടി പഠിക്കണം.
ഇക്കോളജിക്കൽ പിരമിഡ്സിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ്. ഇക്കോളജിക്കൽ പിരമിഡ്സിന് ഒരു ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താ ഇക്കോളജിക്കൽ പിരമിഡ്സിൻ്റെ ലിമിറ്റേഷൻസ്? നമ്പർ 1, an ecological pyramid represents only a simple food chain. A food web is not considered, and naturally simple food chains are not realistic. നാച്ചുറൽ ഫുഡ് വെബാണ് കാണുന്നത്. അപ്പോൾ ഇക്കോളജിക്കൽ പിരമിഡ് സിമ്പിൾ ഫുഡ് ചെയിനാണ് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് സെയിം ഓർഗാനിസം എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽ that can't be represented using a pyramid. ഒരു സെയിം ഓർഗാനിസം ഡിഫറെൻറ്റ് ട്രോഫിക് ലെവലിൽ കാണാം. ഫോർ എക്സാമ്പിൾ, ഒരു സ്പാരോ. ഇപ്പം ഒരു സ്പാരോ ഒരു സീഡ് ഈറ്റ് ചെയ്താൽ അപ്പം ഇത് പ്രൈമറി പ്രൊഡ്യൂസർ ആൻഡ് പാരോ എന്തായി പ്രൈമറി കൺസ്യൂമർ. അറ്റ് ദ സെയിം ടൈം ഇപ്പം ആ സീഡ് അല്ലെങ്കിൽ ആ പ്രൈമറി പ്രൊഡ്യൂസർ അതിനെ ഒരു വേം കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു ഗ്രാസ്. ആ വേമിനെയാണ് സ്പാരോ ഈറ്റ് ചെയ്യുന്നതെങ്കിൽ സ്പാരോ അവിടെ സെക്കൻഡറി കൺസ്യൂമറായി. ഒരു വേമിനെയാണ് പാരോ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഗ്രാസ് അത് തിന്നുന്ന ഒരു വേം അല്ലെങ്കിൽ പ്രൈമറി കൺസ്യൂമർ, ദാറ്റ് ഇസ് സെക്കൻഡറി കൺസ്യൂമർ. അപ്പോൾ സെയിം ഓർഗാനിസം ക്യാൻ ഒക്യുപ്പൈ ഇൻ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽ. ആ സ്പാരോ ഇപ്പോൾ ഒരു ഇൻസെക്ട് കഴിക്കുകയാണ്, ഒരു ഇൻസെക്ടിനെ കഴിക്കുകയാണ് സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പിരമിഡ് സഹായിക്കും. ആൻഡ് തേർഡ് വൺ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സാപ്രോഫൈറ്റ്സ്. ഇക്കോസിസ്റ്റത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സാപ്രോഫൈറ്റുകൾ. Saprophytes or decomposers were not given any place in ecological pyramid. അവയ്ക്കൊരു പ്ലേസ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ പിരമിഡിൻ്റെ ലിമിറ്റേഷൻ പറയുമ്പം, however there are certain limitations of ecological pyramid such as it does not take into account same species belong to 2 or more trophic level. സെയിം സ്പീഷീസ് ഒന്നോ അതിലധികമോ ട്രോഫിക് ലെവലിൽ വരുന്നത് അത് പ്രതിപാദിക്കുന്നില്ല. 2, it assumes a simple food chain, something that almost never exists in nature. It does not accommodate food web. അത് ഫുഡ് വെബിനെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല, സിമ്പിൾ ഫുഡ് ചെയിനെ മാത്രമാണ് പറയുന്നത്. And the third one, moreover, saprophytes are not given any place in ecological pyramid even though they play a vital role in ecosystem. സാപ്രോഫൈറ്റ്സിന് ഒരു റോൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഓക്കെ, ഗുഡ്. സോ നമുക്കിനി ഇക്കോസിസ്റ്റത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. Look, which of the following ecological pyramids are always upright and never upright respectively? അപ്പം ഓൾവേസ് അപ്രൈറ്റ് ആകുന്നതും അതേപോലെ നെവർ അപ്രൈറ്റ് ആകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾവേസ് അപ്രൈറ്റ് ഏതാണ്? പിരമിഡ് ഓഫ് എനർജി. അപ്പോൾ പിരമിഡ് ഓഫ് എനർജി ഇൻ സി, അത് സിയോ എവിടെയോ ആവാം, ഓൾവേസ് അപ്രൈറ്റ് ആണ്. ആൻഡ് നെവർ അപ്രൈറ്റ്, ഒരിക്കലും അപ്രൈറ്റ് ആവാത്ത എന്ന് വെച്ചാൽ, നെവർ അപ്രൈറ്റ് എന്ന് വെച്ചാൽ ഇൻവേർട്ടഡ് ആകുന്നത് ഏതാണ്? ഇൻവേർട്ടഡ് ആകുന്നത് പിരമിഡ് ഓഫ് നമ്പർ ഇൻ ട്രീ ഇക്കോസിസ്റ്റം. ശരിയാണ്. 1 ട്രീ, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ്, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻസെക്ട്സ്, പാരസൈറ്റ്, അപ്പോൾ അത് ഇൻവേർട്ടഡ് ആയിരിക്കും. അതൊരിക്കലും ഒരു ട്രീ ഇക്കോസിസ്റ്റം ഒരിക്കലും അപ്രൈറ്റ് ആകില്ല. അപ്പോൾ 1 ഈസ് ദ ആൻസർ, ഒന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. പിരമിഡ് ഓഫ് എനർജി ഓക്കെ. പിരമിഡ് ഓഫ് നമ്പർ ഇൻ സി ഇൻവേർട്ടഡ് അല്ല, അത് അപ്രൈറ്റ് തന്നെയാണ്. പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റ് അല്ല. പിരമിഡ് ഓഫ് നമ്പർ ഓൾവേസ് അപ്രൈറ്റ് അല്ല. പിരമിഡ് ഓഫ് നമ്പർ വേണമെങ്കിൽ ഇൻവേർട്ടഡുമാകാം. പിരമിഡ് ഓഫ് ബയോമാസ് ഓൾവേസ് അപ്രൈറ്റ് അല്ല, അതും വേണമെങ്കിൽ ഇൻവേർട്ടഡ് ആവാം. അപ്പം എല്ലായ്പ്പോഴും അപ്രൈറ്റ് ആയിട്ടുള്ള, ഓൾവേസ് അപ്രൈറ്റ് ആയിട്ടുള്ളതും ഒരിക്കലും അപ്രൈറ്റ് ആകാത്തതുമായിട്ട് ഇവിടെ നമുക്ക് ആൻസർ ചൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്തിട്ട് പോകാം. Question: which of the following factor is not responsible for faster rate of decomposition? ഫാസ്റ്റർ റേറ്റ് ഓഫ് ഡീകമ്പോസിഷന് ഒരു ഫാക്ടർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഡെട്രിറ്റസ് റിച്ച് ഇൻ ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ, അത് തന്നെയാണ്. ഡെട്രിറ്റസ് റിച്ച് ഇൻ ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ ഡീകമ്പോസിഷൻ സ്ലോവർ ആയിരിക്കും. നമ്മൾ ഡിസ്കസ് ദിസ്. ഇതാ, വാം ആൻഡ് മോയിസ്റ്റ് എൻവയോൺമെൻറ്റ് ഫാസ്റ്റ് ആക്കും. പ്രസൻസ് ഓഫ് ഓക്സിജൻ റിച്ച് എൻവയോൺമെൻറ്റ് ഫാസ്റ്റ് ആക്കും. പ്രസൻസ് ഓഫ് നൈട്രജൻ ആൻഡ് വാട്ടർ സൊല്യൂബിൾ സബ്സ്റ്റൻസസ് ലൈക്ക് ഷുഗർ ഫാസ്റ്റ് ആക്കും. അപ്പോൾ
which of the following factor not responsible for fast rate? അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 is the answer. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The next question, which of the following are most important climatic factor regulate rate of decomposition? Again decomposition questions ആണ്. ഡീകമ്പോസിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടേഴ്സ് ഏത്, റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടേഴ്സ് ഏത്? ഒരു ഡൗട്ടും വേണം, ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ, മോയിസ്റ്റ് ആൻഡ് വാം എന്നാണ് പറയുന്നത്. സോ ടെമ്പറേച്ചർ ആൻഡ് സോയിൽ മോയ്സ്ചർ ആണ്. സോയിൽ മോയ്സ്ചർ ആൻഡ് സോയിൽ pH അല്ല, എയറേഷൻ ആൻഡ് ടെമ്പറേച്ചർ അല്ല, സോയിൽ pH അല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ, അത് ടെമ്പറേച്ചറും മോയ്സ്ചറും തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാൻ മെയ്ഡ് ഇക്കോസിസ്റ്റം? ഒരു ഫോറസ്റ്റ് നാച്ചുറൽ ആണ്, ഗ്രാസ് ലാൻഡ് നാച്ചുറൽ ആണ്, ഡെസേർട്ട് നാച്ചുറൽ ആണ്. മാൻ മെയ്ഡ് ഇക്കോസിസ്റ്റം ഈസ് ക്രോപ്പ് ഫീൽഡ്സ് ആണ് മാൻ മെയ്ഡ് ഇക്കോസിസ്റ്റം. അക്വേറിയം, ടെറേറിയം ഒക്കെ ആർട്ടിഫിഷ്യൽ ഇക്കോസിസ്റ്റംസ് ആണ്. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അസേഷൻ റീസെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ പിരമിഡ് ഓഫ് എനർജി ക്യാൻ ബി ഇൻവേർട്ടഡ്. തെറ്റ്. പിരമിഡ് ഓഫ് എനർജി ഒരിക്കലും ഇൻവേർട്ടഡ് ആവാൻ പറ്റുകയില്ല. അപ്പോൾ അസേഷൻ ഫാൾസ് ആണ്. റീസൺ നോക്കാം. റീസൺ, ദ ഫ്ലോ ഓഫ് എനർജി ഈസ് യൂണിഡയറക്ഷണൽ ഫ്രോം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ലെവൽ. The flow of energy is unidirectional from producer to consumer. Okay, producer to consumer unidirectional ആണ്. Okay, and vice versa എന്ന് പറഞ്ഞിരിക്കുന്നു. vice versa എന്ന് വെച്ചാൽ തിരിച്ചും, അത് തെറ്റാണ്. അപ്പം അസേഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. അപ്പം വൺ നോക്കാം. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ അല്ല. അസേഷൻ ഈസ് ട്രൂ അല്ല. അസേഷൻ ഈസ് false but reason is true അതുമല്ല. അപ്പോൾ നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ നോ കറക്റ്റ് ഓപ്ഷൻ, നോ കറക്റ്റ് ഓപ്ഷൻ ഗിവൺ. അപ്പോൾ അതിന് കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് തെറ്റ് മനസ്സിലായല്ലോ. വൈസ് വേഴ്സ എന്നതുകൊണ്ട് അതിൽ കറക്റ്റ് ഓപ്ഷൻ ഇല്ല. രണ്ട് അസേഷനും ഫാൾസ് ആണ്, റീസണും ഫാൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും, നിങ്ങൾക്ക് എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാർക്ക് ദ ഓഡ് വൺ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് ട്രോഫിക് ലെവൽ. സെക്കൻഡ് ട്രോഫിക് ലെവലിനെ സംബന്ധിച്ച് ഈ സെക്കൻഡ് ട്രോഫിക് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഫസ്റ്റ് ട്രോഫിക് ലെവൽ പ്രൈമറി പ്രൊഡ്യൂസറാണ്. സെക്കൻഡ് ട്രോഫിക് ലെവൽ എന്ന് പറയുമ്പോൾ പ്രൈമറി കൺസ്യൂമറാണ്. അപ്പം അതിൽ സെക്കൻഡ് ട്രോഫിക് ലെവലിൽ ഓഡ് വൺ, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം, അതിൽ ഓഡ് വൺ ആരാണ്? വൂൾഫാണ്. വൂൾഫ് എപ്പോഴും വരുന്നത്, ഇപ്പോൾ പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഗ്രാസ് എടുക്കാം, ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എടുക്കാം. സെക്കൻഡറി കൺസ്യൂമർ ഗ്രാസ് ഓപ്പർ സെക്കൻഡറി കൺസ്യൂമർ, പ്രൈമറി കൺസ്യൂമറാണ്. സൂപ്ലാങ്ക്ടൺ പ്രൈമറി കൺസ്യൂമറാണ്. കൗ പ്രൈമറി കൺസ്യൂമറാണ്. ഈ പ്രൈമറി കൺസ്യൂമറാണ് സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരുന്നത്. അപ്പോൾ കൗവും ഗ്രാസ് ഓപ്പറും സൂപ്ലാങ്ക്ടണും എല്ലാം എവിടെ വരും? സെക്കൻഡ് ട്രോഫിക് ലെവലിൽ വരും. വൂൾഫ് എവിടെയാണ് വരുന്നത്? വൂൾഫ് വരുന്നത് സെക്കൻഡറി കൺസ്യൂമർ ലെവലിലാണ്, എന്ന് വെച്ചാൽ തേർഡ് ട്രോഫിക് ലെവലിലാണ് വൂൾഫ് വരുന്നത്. അപ്പം അതിൽ എക്സെപ്ഷണൽ വൂൾഫാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. Understand? Next question-ലേക്ക് പോകാം. The next question is identify the incorrect statement with respect to detritus food chain. Detritus food chain-ഉമായിട്ട് ഇൻകറക്റ്റ് ആയത് ഏത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. 1. The detritus food chain begin with dead organic matter. True ആണ്. Detritus food chain dead organic matter start ചെയ്യും. And second, it is made up of decomposers which are autotrophic organism. തെറ്റ്. decomposers ആണ്, അവ autotrophic അല്ല. അപ്പോൾ അതാണ് incorrect. Third നോക്കാം. Decomposers secrete digestive enzymes that break down dead waste material to simple inorganic material which subsequently absorb them. True ആണ്. The decomposers are also known as saprophytes. അപ്പോൾ അതിൽ detritus food chain-ഉമായിട്ട് ഇൻകറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ 2 is the answer. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇക്കോസിസ്റ്റത്തിൽ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലാപ്പിൽ അടുത്ത ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ദ തേർഡ് ട്രോഫിക് ലെവൽ ഓഫ് ഫുഡ് ചെയിൻ ക്യാൻ ബി ഒക്യുപ്പൈഡ് ബൈ ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഈ തേർഡ് ട്രോഫിക് ലെവൽ എന്ന് പറയുമ്പോൾ വീണ്ടും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൈമറി പ്രൊഡ്യൂസർ, സെക്കൻഡ് എന്ന് പറയുമ്പോൾ പ്രൈമറി കൺസ്യൂമർ, തേർഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡറി കൺസ്യൂമർ ആണ്. അപ്പം തേർഡ് ട്രോഫിക് ലെവൽ ക്യാൻ ബി ഒക്യുപ്പൈഡ് ബൈ ഓൾ എക്സെപ്റ്റ് ആരാ നോക്കാം. സെക്കൻഡറി കൺസ്യൂമർ വരും, അത് കാർണിവോഴ്സ് ആയിരിക്കും. ആനിമൽ ഫീഡിങ് ഓൺ പ്ലാന്റ്
പ്ലാന്റ് ഈറ്റിംഗ് ഓർഗാനിസം, പ്ലാന്റ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കാർണിവോഴ്സ്, അപ്പോൾ അതും ട്രൂ ആണ്. ഹെർബിവോഴ്സ് ഒരിക്കലും സെക്കൻഡ് ട്രോഫിക് വരില്ല. ഹെർബിവോഴ്സ് ആരാണ്? സെക്കൻഡ് ട്രോഫിക് ലെവലിലാണ് ഹെർബിവോഴ്സ് വരുന്നത്. തേർഡ് ട്രോഫിക് ലെവലിൽ ഒരിക്കലും ഹെർബിവോഴ്സ് വരികയില്ല. തേർഡ് ട്രോഫിക് ലെവലിൽ ആരാ വരിക? പ്രൈമറി കാർണിവോറാണ് വരിക. ഈ തേർഡ് ട്രോഫിക് ലെവൽ എന്ന് പറയുമ്പം അത് സെക്കൻഡറി കൺസ്യൂമർ ആണ്. SSC സെക്കൻഡറി കൺസ്യൂമർ ആണ്. അത് പ്രൈമറി കാർണിവോഴ്സ് ആയിരിക്കും വരിക. സെക്കൻഡ് ട്രോഫിക് ലെവലിൽ ഹെർബിവോഴ്സ് വരും. അപ്പം അവിടെ എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ 4 ആണ്. ഹെർബിവോഴ്സ് ഒരിക്കലും തേർഡ് ട്രോഫിക് ലെവലിൽ വരില്ല. ഹെർബിവോഴ്സ് വരുന്നത് സെക്കൻഡ് ട്രോഫിക് ലെവലിലായിരിക്കും. അണ്ടർസ്റ്റാൻഡ്? ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Statement 1. In terrestrial ecosystem, grazing food chain is the major conduit of energy flow. തെറ്റ്. ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിൽ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണ് മേജർ കണ്ടുയിറ്റ്, ഗ്രേസിംഗ് അല്ല. അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ മേജർ കണ്ടുയിറ്റ്. നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. ദ ബയോമാസ് ഓഫ് എ സ്പീഷീസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫ്രഷ് ഓർ ഡ്രൈ വെയിറ്റ്. അത് ട്രൂ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. സോ ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ. ആൻഡ് നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലിമിറ്റേഷൻസ് ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ്. ഇക്കോളജിക്കൽ പിരമിഡ് ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ? സിമ്പിൾ ഫുഡ് ചെയിനെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, സാപ്രോഫൈറ്റ്സിന് റോളില്ല, അതുപോലെ തന്നെ സെയിം ഓർഗാനിസം ഒക്യുപ്പൈൻ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നു എന്താണ്? വിച്ച് ഓഫ് ദ എവൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഏതെല്ലാമാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 1. ഇറ്റ് ഡസ് നോട്ട് ടേക്കൻ ഇൻ ടു അക്കൗണ്ട് ഓഫ് സെയിം സ്പീഷീസ് ബിലോങ് ടു 2 or more ട്രോഫിക് ലെവൽ. ശരിയാണ്. Second, it assumes simple food chain, something that almost never exists. അതും ശരിയാണ്. Third, moreover, saprophytes are not given any place in ecological pyramid, even though they play a vital role in ecosystem. ശരിയാണ്. നമ്മൾ ചാപ്റ്ററിന്റെ ലാസ്റ്റ് അത് വായിച്ചിരുന്നു, ടെക്സ്റ്റിൽ അതേ ഡയലോഗ്. സോ 1, 2, 3 കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ഈസ് ദ ആൻസർ. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? ഈ ഫിഗർ ബിലോ ഇക്കോളജിക്കൽ പിരമിഡ് ഷോ നമ്മളിപ്പോൾ ചെയ്തതാണ്. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനിൽ ഉള്ളതാണ് ബിലോ ഇക്കോളജിക്കൽ പിരമിഡ് ഷോ. എന്തിനെയാണ് കാണിക്കുന്നത്? പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, പ്രൈമറി കൺസ്യൂമർ, ദാറ്റ് ഈസ് ദ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റം. ദാറ്റ് ഈസ് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ അക്വാട്ടിക് ഇക്കോസിസ്റ്റം. ഇവിടെ നിങ്ങൾ ഈ നമ്പർ കാണുമ്പോൾ 421 ഇതെന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല എന്നും ചിലപ്പോൾ സംശയം ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതേ ഇലസ്ട്രേഷൻ തന്നെയാണ്. നമ്മളത് നേരത്തെ ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങളൊന്ന് ബാക്കിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ പിരമിഡ് ഓഫ് എനർജി. ഇനിയിപ്പോൾ വേണമെങ്കിൽ പേജ് നമ്പർ, നിങ്ങൾക്കൊരു റെഫറൻസ് വേണമെങ്കിൽ ന്യൂ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ പേജ് നമ്പർ 212, ന്യൂ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 212 നിങ്ങൾക്ക് ആ പിരമിഡ് കാണാം. ദാറ്റ് ഈസ് ദ പിരമിഡ് ഓഫ് ബയോമാസ്. സ്റ്റാൻഡിങ് ക്രോപ്പ് ആണ് അത്, അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ വരുന്നതാണ്, അത് ഇൻവേർട്ടഡ് ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദ ആൻസർ. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ നോക്കാം. വാട്ട് ഡസ് ദ ടേം കാറ്റബോളിസം റെഫേഴ്സ് ഇൻ കോൺടെക്സ്റ്റ് ടു ഡീകമ്പോസിഷൻ? ഡീകമ്പോസിഷനുമായി ബന്ധപ്പെട്ട കാറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ, ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് ആ ഡെട്രിറ്റസിനെ ഡീകമ്പോസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ കാറ്റബോളിസം എന്ന് പറയുമ്പോൾ നോക്കാം. 1. ബ്രേക്ക് ഡൗൺ ഓഫ് ഡെട്രിറ്റസ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്. അല്ല, അത് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. Break down of detritus into small particles, fragmentation. Then getting down water soluble inorganic nutrient in the soil horizon. Adumalla, adu leaching aanu parayunnathu. Adu leaching aanu. And third, degradation of detritus into simple inorganic substances by bacteria and fungi. Adana catabolism. എന്ന് വിളിക്കുന്നത്. Formation of humus from inorganic. അത് humification ആണ്. അപ്പം കാറ്റബോളിസം കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ. നമ്മളുടെ കാറ്റബോളിസം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ. ഡയറക്റ്റ് ആയിട്ട് ഡീകമ്പോസിഷൻ എന്ന ക്വസ്റ്റ്യൻ ആണ്. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1. Of the incident solar radiation, less than 50% of photosynthetically active radiation, PAR. ശരിയാണ്. ഇൻസിഡൻറ്റ് സോളാർ റേഡിയേഷൻ്റെ ലെസ് ദാൻ 50% ആണ് PAR. Then plants capture only 2 to 10% of PAR. അതും ശരിയാണ്.
plants capture only 2 to 10% of PAR എന്ന് പറയുമ്പം that is 1 to 5% of incident solar radiation. Incident solar radiationൻ്റെ ഒരു 1 to 5%. Incident solar radiationൻ്റെ 1 to 5%. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ആൻസർ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 are correct. So option 1 is the answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The next question. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം വായിക്കാം. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ പ്രൊഡ്യൂസേഴ്സ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് ഇസ് നോൺ ആസ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ പ്രൊഡ്യൂസേഴ്സ്. Rate of production of organic matter by producers during photosynthesis is called. NCERT ബുക്കിലെ അതേ ഡയലോഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. NCERT ബുക്കിലെ the amount of biomass, അപ്പോൾ rate of production of organic matter by producers during photosynthesis is called gross primary productivity. Gross primary productivity. Another option 2 is the answer. Page number 2 note 7. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വേണ്ട. പ്രൈമറി പ്രൊഡക്ഷൻ പറയുന്നുണ്ട്, അതിൽ പ്രൈമറി പ്രൊഡക്ഷൻ പറയുന്നുണ്ട് എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓവർ എ ടൈം പീരീഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. അതാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ rate of production of organic matter by producers during photosynthesis, that is gross primary product. So option 2 is the answer. And next questionലേക്ക് പോകാം. The next question വേഗം നോക്കാം. Vertical distribution of different species occupying different levels of an ecosystem is called. Vertical distribution എന്താണ്? Stratification. Species composition അല്ല, standing crop അല്ല, species diversity. Option 2 is the answer. ആൻഡ് നെക്സ്റ്റ് അത് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റ് ആക്കാം. ആസ് ഇറ്റ് ഈസ് റാപ്പിഡ് റിവിഷൻ, നമ്മൾ വേഗത്തിൽ പോകണം ഫൈനൽ ലാപ്പ് ആയതുകൊണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഓഡ് വൺ വിത്ത് റെസ്പെക്ട് ടു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ. ഓഡ് വൺ, ഡീകമ്പോസിഷനുമായിട്ട് ഓഡ് വൺ കാറ്റബോളിസം ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്പാണ്, ഫ്രാഗ്മെൻറ്റേഷൻ ഡീകമ്പോസിഷൻ സ്റ്റെപ്പാണ്, ഹ്യൂമിഫിക്കേഷൻ ആണ്. അതിൽ ഓഡ് വൺ ഏതാണ്? സ്ട്രാറ്റിഫിക്കേഷൻ ഡീകമ്പോസിഷൻ അല്ല, അത് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ. And next question, mark the option for incorrect statement. Incorrect statementil മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് incorrect? 1, except for deep sea hydrothermal ecosystem, sun is the only source of energy for all ecosystem on earth. അത് true ആണ്. B, second one, of the incident solar radiation, more than 10% is photosynthetically. More than alla, less than ആണ്. So that is incorrect. Second option incorrect ആണ്. And third one നോക്കാം. Plants and photosynthetic bacteria, autotrophs, fix sun's radiant energy to make food from simple organic matter. അതും true ആണ്. അപ്പോൾ അതിൽ incorrect ആയിട്ടുള്ളത് 2 only. So option 1 is the answer. Next questionലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. Which among the following statement is false? Which among the following statement is false with respect to primary production? Primary productionുമായിട്ട് false ആയിട്ട് ഉള്ളത് ഏത്? നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ വായിക്കാം. It refers to rate at which sunlight is captured by producer for photosynthesis of food during photosynthesis. അത് true ആണ്. ഫാൾസ് ആയിട്ടുള്ളതാണ് ചോദിക്കുന്നത്. സെക്കൻഡ്, ഇറ്റ് റെഫേഴ്സ് ടു റേറ്റ് അറ്റ് വിച്ച് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ്. അതും ട്രൂ ആണ്. ആൻഡ് 3, ഇറ്റ് ഈസ് അവൈലബിൾ ബയോമാസ് ഫോർ ദ കൺസംഷൻ ഓഫ് കാർണിവോഴ്സ്. അത് തെറ്റാണ്. പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് കാർണിവോഴ്സിനല്ല, അത് ഹെർബിവോഴ്സിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹെർബിവോർ എന്ന് വെച്ചാൽ പ്രൈമറി കൺസ്യൂമറിന്. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. Okay, 4, it can be further divided into 2 categories, gross primary productivity, net. അത് കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ. പ്രൈമറി പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 3 ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ഈച്ച് ട്രോഫിക് ലെവൽ ഹാസ് സർട്ടൺ മാസ് ഓഫ് ലിവിംഗ് മെറ്റീരിയൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം കോൾഡ് സ്റ്റാൻഡിംഗ് ക്രോപ്പ്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്.
And statement 2, the standing crop is measured as the mass of living organism or biomass or number in unit area. Correct ആണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ ലൈൻസ് തന്നെയാണ് സ്റ്റാൻഡിങ് ക്രോപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതേ ലൈൻ തന്നെയാണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are correct. So option 1 is the answer. And the next questionലേക്ക് പോകുന്നു. The next question നോക്കാം. Consider the following food chain: grass, grasshopper, frog, snake. ചോദ്യം ഇതാണ്, if 100 joule energy is converted to biomass by producer, ആ പ്രൊഡ്യൂസർ കൺവേർട്ട് ചെയ്യുന്ന 100 joule ആണ്. അപ്പോൾ ഗ്രാസിൽ 100 joule ആണ് ഉള്ളത്. ദെൻ എനർജി അവൈലബിൾ ടു ഫ്രോഗ് ഇൻ ദ ഫോം ഓഫ് ഫുഡ് ചെയിൻ. അപ്പോൾ നമ്മൾ 10% ഫ്രോഗിന് എത്ര എനർജി കിട്ടും? അപ്പോൾ 10% ലോ കിട്ടുമ്പം ഗ്രാസ് 100, അതിൻ്റെ 10% ആണ് ഗ്രാസ് ഓപ്പറിന് കിട്ടുന്നത്. അപ്പോൾ ഗ്രാസ് ഓപ്പറിന് കിട്ടുന്നത് 10 joule ആണ് ഗ്രാസ് ഓപ്പറിന് കിട്ടുക. അതിൻ്റെ 10% ഒക്കെ 10%. അപ്പോൾ ഫ്രോഗിന് കിട്ടുന്നത് 1 joule ആയിരിക്കും. ഫ്രോഗ് ഗോട്ട് ഓൺലി 1 joule. ഇവിടെ നിങ്ങൾ ആ 10% ലോ അപ്ലൈ ചെയ്യണം. അപ്പം ഗ്രാസിന് കിട്ടുന്നത് 100 joule. 100 ജൂളിൻ്റെ 10% എന്ന് വെച്ചാൽ 10 joule. അതിൽ ഫ്രോഗിന് കിട്ടുന്നത് 1 joule ആയിരിക്കും. സോ ഓപ്ഷൻ 4 is the answer. And the next question, assertion reason type question ആണ്. assertion reason type questionലേക്ക് നമുക്ക് പോകാം. നോക്കൂ, assertion: Humans undergo decomposition at an extremely slow rate. Correct ആണ്. Humans highly resistant ആണ്, extremely slow rate ആണ്. അപ്പോൾ assertion true. And reason ഒന്ന് നോക്കാം നമുക്ക്. There is no need of oxygen in the process of decomposition that forms humus. It is controlled mainly by chemical composition of it. There is no need of oxygen എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് തെറ്റാണ്. There is no need of oxygen എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ assertion is true but reason is false. Option 3 is the answer. മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. എല്ലാം ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത് ലൈൻസ് തന്നെയാണ്. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ കീ ഫങ്ഷണൽ ആസ്പെക്ട് ഓഫ് ആൻ ഇക്കോസിസ്റ്റം? ഇക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ ആസ്പെക്ട് ഏതൊക്കെയാണ്? പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ന്യൂട്രിയൻ സൈക്ലിംഗ്. അപ്പോൾ അതിലല്ലാത്തത് ന്യൂട്രിയൻ സൈക്ലിംഗ് ഫംഗ്ഷനാണ്, പ്രൊഡക്ടിവിറ്റി ഫംഗ്ഷനാണ്, എനർജി ഫ്ലോ ഫംഗ്ഷനാണ്, സ്ട്രാറ്റിഫിക്കേഷൻ അല്ല, അത് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ഓപ്ഷൻ 4 is the answer. And the next question, നമ്മളിപ്പോൾ കുറേ ചോദ്യങ്ങളായി ചെയ്യുന്നു, വേഗം പോവുകയാണ് നമ്മൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ്? 1, each trophic level has certain mass of living material at a particular time is called standing crop. ശരിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം. 2, standing crop is measured as mass of living organism biomass in number unit area. സെയിം തന്നെയാണ് കേട്ടോ. When an organism dies, it converted to detritus or dead biomass that serves energy source for decomposers. അതും ട്രൂ ആണ്. ആൻഡ് നെക്സ്റ്റ് അപ്പ് അടുത്തതായിരിക്കാം. നോക്കാം. ഓർഗാനിസം അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ ഡിപ്പെൻഡ് ഓൺ ദോസ് അറ്റ് ഹയർ ട്രോഫിക് ലെവൽ ഫോർ ദെയർ എനർജി ഡിമാൻഡ്സ്. അത് തെറ്റ്. ഹയർ അല്ല, ലോവർ ട്രോഫിക് ലെവലിനെയാണ് എനർജിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം പ്രൊഡ്യൂസറിൽ നിന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ നോക്കൂ, ഓർഗാനിസം അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ ഡിപ്പെൻഡ് ഓൺ ദോസ് അറ്റ് ഹയർ ട്രോഫിക് ലെവൽ അല്ല, ദോസ് അറ്റ് ലോവർ ട്രോഫിക് ലെവൽ. കാരണം പ്രൈമറി കൺസ്യൂമർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൊഡ്യൂസറെയാണ്. ഈ പ്രൈമറി കൺസ്യൂമറിനെയാണ് സെക്കൻഡറി കൺസ്യൂമർ ടോപ്പാ. സെക്കൻഡറി കൺസ്യൂമർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമറി കൺസ്യൂമർ. അപ്പോൾ ലോവർ ആണ്, ഹയർ അല്ല. സോ അവിടെ ഇൻകറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 4 ആണ്. അപ്പോൾ 4th ഓപ്ഷൻ ഈസ് ദ ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. 1, ദ ബേസ് ഓഫ് ഈച്ച് ഇക്കോളജിക്കൽ പിരമിഡ് റെപ്രസെന്റ് പ്രൊഡ്യൂസേഴ്സ് ഓർ ഫസ്റ്റ് ട്രോഫിക് ലെവൽ വൈൽ ദ അപ്പെക്സ് റെപ്രസെന്റ് ടോപ്പ് ലെവൽ. കറക്റ്റ് ആണത്. സെക്കൻഡ്, അറ്റ് എ ഗിവൺ ഓർഗാനിസം ക്യാൻ ഓക്യുപ്പൈ ഓൺലി 1 ട്രോഫിക് ലെവൽ. തെറ്റ്. ഒരു ഗിവൺ ഓർഗാനിസത്തിന് ഒരേ ട്രോഫിക് ലെവലിൽ മാത്രമല്ല നിൽക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഒരു സ്പാരോ ഒരു സീഡ് കഴിച്ചാൽ പ്രൈമറി കൺസ്യൂമർ ആണ്, ഒരു ഇൻസെക്റ്റിനെ കഴിച്ചാൽ സെക്കൻഡറി കൺസ്യൂമർ. അപ്പോൾ അതാണ് തെറ്റ്. ദ ട്രോഫിക് ലെവൽ റെപ്രസെന്റ് ഫങ്ഷൻ ലെവൽ നോട്ട് സ്പീഷീസ് സച്ച്. സ്പീഷീസിനെ അല്ല, ഫങ്ഷൻ ലെവൽ ആണ്. അത് കറക്റ്റ് ആണ്. എനർജി അറ്റ് ലോവർ ട്രോഫിക് ലെവൽ ഈസ് ഓൾവേസ് മോർ ദാൻ ഹയർ. ശരിയാണ്, നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ചു, ലോവർ ട്രോഫിക് ലെവലിലാണ് ഹയർ ആയിരിക്കുക. സോ അതിൽ ഇൻകറക്റ്റ് ആയിട്ട് 2nd ഓപ്ഷൻ ഈസ് ദ ആൻസർ.
ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു. ഇതാ നേരത്തെ ചോദിച്ചത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രോഫിക് ലെവൽ ആർ ഒക്യുപ്പൈഡ് ബൈ സ്പാരോ. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു സ്പാരോയ്ക്ക് ഏതെല്ലാം ട്രോഫിക് ലെവലിൽ ഒക്യുപ്പൈ ചെയ്യാം. നമ്മൾ പറഞ്ഞു ഒരു സ്പാരോ ഒരു സീഡ് കഴിക്കുകയാണെങ്കിൽ അത് പ്രൈമറി കൺസ്യൂമറായി. ഇതാ ഇപ്പം ഒരു സീഡാണ് സ്പാരോ കഴിക്കുന്നത് എങ്കിൽ, സ്പാരോ സീഡാണ് കഴിക്കുന്നതെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസർ, പ്രൈമറി കൺസ്യൂമർ. എന്നാൽ സ്പാരോ ഒരു ഇൻസെക്റ്റിനെയാണ് സ്പാരോ കഴിക്കുന്നതെങ്കിൽ അത് സെക്കൻഡറി കൺസ്യൂമർ. അപ്പോൾ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ വരും. പ്രൈമറി കൺസ്യൂമർ പ്രൈമറി പ്രൊഡ്യൂസർ വരില്ല, ടോപ്പ് കാർണിവോർ വരില്ല, പ്രൈമറി പ്രൊഡ്യൂസർ വരില്ല. സോ ഫോർത്ത് ഓപ്ഷൻ ഇസ് ദ ആൻസർ. And next question, select the incorrect match from the following. Incorrect. Primary producer tree. Okay. Herbivore cow. ശരി. Secondary consumer grasshopper. Incorrect ആണ്. Grasshopper secondary consumer അല്ല, primary consumer ആണ് വരിക. സാപ്രോട്രോപ്സ് ഫംഗൈ അത് ഓക്കെയാണ്. അപ്പം അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ 3 നമ്മൾ പലതവണ ചെയ്തതാണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഇക്കോസിസ്റ്റം. ഇക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയത് ഏത്? 1. ഇക്കോസിസ്റ്റം ആർ നോട്ട് എക്സംപ്റ്റ് ഫ്രം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ശരി, ഇക്കോസിസ്റ്റം സെക്കൻഡ് ലോക്ക് എക്സംപ്ഷൻ അല്ല, എനർജി ഫ്ലോ സെക്കൻഡ് ലോ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണത്. Herbaceous and woody plants are major producers in terrestrial ecosystem. നമ്മൾ പറഞ്ഞതാണ് herbaceous woody plants ആണ് terrestrial major producers. Then sun is the only source of energy for all ecosystem on earth. അത് തെറ്റാണ്. all ecosystemത്തിലല്ല, മേജർ എക്സെപ്ഷൻ ഉണ്ട്. ഡീപ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റം എക്സെപ്ഷൻ ആണ്. അപ്പോൾ അത് തെറ്റാണ്. ഓൾ എന്ന് പറയുന്നത് തെറ്റാണ്. ദ ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദി ഇക്കോസിസ്റ്റം ആർ കാൾഡ് പ്രൊഡ്യൂസേഴ്സ്. അതും ട്രൂ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ഈസ് ദ ആൻസർ. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, the solar input and climatic condition do not influence functioning of pond ecosystem. തെറ്റ്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോളാർ ഇൻപുട്ടും ക്ലൈമറ്റിക് കണ്ടീഷനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, സൂ പ്ലാങ്ക്ടൺ ആർ കൺസിഡേർഡ് ആസ് ഓട്ടോട്രോഫിക്. തെറ്റ്. സൂ പ്ലാങ്ക്ടൺ ഓട്ടോട്രോഫിക് അല്ല, phytoplanktons are autotrophic. So both statement 1 and statement 2 are incorrect. So the answer is option 4. And നമുക്കൊരു ചോദ്യം കൂടി ചെയ്യാം ഇക്കോസിസ്റ്റത്തിൽ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു പോണ്ട് ഇക്കോസിസ്റ്റം. പോണ്ട് ഇക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, ദ ഡീകമ്പോസേഴ്സ് ആർ ഫംഗൈ, ബാക്ടീരിയ, ഫ്ലജല്ലേറ്റ്, എസ്പെഷ്യലി അബണ്ടന്റ് ഇൻ ടോപ്പ് ഓഫ് ദ പോണ്ട്. ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. ടോപ്പിലല്ല, ബോട്ടം ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ്. ബാക്കി നമുക്ക് നോക്കാം. ദ അബയോട്ടിക് കോമ്പോണൻസ് ഇൻ വാട്ടർ വിത്ത് ഓൾ ദ dissolved inorganic and organic substances and the rich soil deposits at bottom of the pond. ശരിയാണ്. Solar input, the cycle of temperature, day length and other climatic conditions regulate the rate and functions of entire pond. ശരിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ അതേ ലൈൻസ് ആണ്. And the data of phototrophic components include the phytoplankton, some algae, floating, submerged, marginal plants found in edges. അതും ട്രൂ ആണ്. സോ അതിൽ ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു പോണ്ട് ഇക്കോസിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ 1 ആണ്. സോ നമ്മൾ ഇക്കോസിസ്റ്റം എന്ന ചാപ്റ്റർ നമ്മുടെ നീറ്റ് ഫൈനൽ ലാബ് റാപ്പിഡ് റിവിഷൻ പൂർവ്വ ലാബിൽ ചാപ്റ്ററിൻ്റെ സിനോപ്സിസ് നൽകി നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക് യു so much for watching me. All the very best. Study very well. Take the examination in a very serious way. Tension free ആയിട്ട് എടുക്കുക. And Universal always welcomes you. And on behalf of Universal Institute Kottakkal, once again, thank you. All the very best. Bye. Ta-ta.